ഓം ശ്രീ മഹാദേവി നമ. വ്യാസനും തൻ്റെ പുത്രനായിരിക്കുന്ന ശുഗനും തമ്മിലുള്ള സംവാദമാണിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്കുണ്ടായ പുത്രനെ ബൃഹസ്പതിയുടെ സമീപത്തേക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിനായിട്ട് അയച്ചു. പഠിപ്പെല്ലാം കഴിഞ്ഞു വന്ന ശുഗനോട് ഇനി വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ വിവാഹം കഴിക്കില്ല എന്ന് ശുഗൻ പിതാവിനോട് പറയുന്നു. എന്നിട്ട് ഗൃഹസ്ഥാശ്രമത്തെ വളരെയധികം ദുഃഖപ്രദമാണ് എന്ന് പറഞ്ഞ് പിതാവിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തിരിച്ചാര് വ്യാസൻ ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠമാണെന്ന് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് നമുക്ക് ആ ഭാഗമാകുമ്പം നമ്മുടെ അനുഭവം കൂടെ വെച്ച് നോക്കുമ്പം ഏതാ ശരിയെന്ന് അന്നേരം മനസ്സിലാക്കുക. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പം ആ ഭാഗമാണ് വായിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ദേവി ഭാഗവതത്തിൻ്റെ പ്രഥമസ്കന്ധം ആരംഭിച്ചത് മുതലുള്ള എല്ലാം ഒന്നുമില്ല, പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കി നോക്കി വരുമ്പോഴാണ് ആ ഭാഗം എത്തുക. ഇവിടെ ഇന്നലെ പറഞ്ഞു, സാക്ഷാൽ വ്യാസമഹർഷിയാൽ എഴുതപ്പെട്ട ശ്രീമദ് ദേവി ഭാഗവതം 12 സ്കന്ധങ്ങളിലൂടെ 318 അധ്യായങ്ങളിലൂടെ 18,000 ഗ്രന്ഥസംഖ്യയാൽ വിരചിതമായിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയുടെ അപദാനങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുന്നതായ ദേവിയെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളെ വർണ്ണിച്ചിരിക്കുന്നതായ പുരാണമാണ് ശ്രീമദ് ദേവി ഭാഗവതം. ഇവിടെ ഏത് ഭാഗവതം എഴുതുമ്പോഴും അല്ലെങ്കിൽ ഏത് പുരാണങ്ങൾ ചമയ്ക്കുമ്പോഴും അതിൽ തൻ്റെ ഇഷ്ടദേവതയെ സ്തുതിച്ചുകൊണ്ടായിരിക്കും ആരംഭിക്കുക. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത, ദേവിയെ തന്നെയാണ് സ്തുതിക്കുന്നതെങ്കിലും ആ സ്തുതിക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു ഗായത്രി മന്ത്രസദൃശമായ സ്തുതിയോടുകൂടിയാണ് ദേവി ഭാഗവതം ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഗായത്രി എന്ന് പറഞ്ഞാൽ 24 അക്ഷരങ്ങളുള്ള മന്ത്രമാണ് സകല ഗായത്രി. ഏത് ഗായത്രി? നമുക്ക് ധാരാളം ഗായത്രികളുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്നത് ഒന്നാണ് നമ്മൾ രാവിലെ കേൾക്കുന്ന ഓം ഭൂർഭുവസ്വ സൂര്യഗായത്രി എന്ന് പറയും. ഇതേപോലെ ഗായത്രി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വൃത്തമാണ്. ഗായത്രി, ജഗതി, ത്രിഷ്ടുപ്പ്, അനുഷ്ടുപ്പ് എന്നൊക്കെ പറയുന്നത് ഓരോരോ അക്ഷര വിന്യാസം അനുസരിച്ചുള്ള വൃത്തമാണ്. അതിൽ 24 അക്ഷരക്രമങ്ങൾ ഉള്ളതിന് പറയുന്ന പേരാണ് ഗായത്രി. അപ്പോൾ ഒരു ഗായത്രി സദൃശമായിരിക്കുന്ന ഒരു സ്തുതിയോടുകൂടിയാണ് ദേവി ഭാഗവതം ആരംഭിക്കുന്നത്. എന്താണ്? ഓം സർവചൈതന്യ രൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ നഃ പ്രചോദയാത് എന്ന് പറയുന്ന ഒരു ഗായത്രി മന്ത്രത്തോടു കൂടിയാണ് ദേവി ഭാഗവതം ആരംഭിക്കുന്നത്. ഇവിടെ സ്തുതിക്കുന്നത് ഓം സർവചൈതന്യരൂപാം. എന്താർത്ഥം? സകലത്തിലും ചൈതന്യമായി വർത്തിക്കുന്നവളും, പിന്നെയോ താം അവളെ, ആരെ? ആദ്യാം. ആദ്യേന. ആദ്യ എന്ന വാക്കിനർത്ഥം നമ്മൾ സാധാരണ പറയുക തുടക്കം, ആരംഭം എന്നാ ഇവിടുത്തെ അർത്ഥം അതല്ല. സൃഷ്ടിക്കു മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അതാണ് ആദ്യ. നമ്മളങ്ങനല്ല, ഒന്നാമത്തേതാണ് ആദ്യത്തേതെന്ന് പറയുന്നത്. ഏതാ? ഒന്നാമത്തേതെന്ന്. പക്ഷെ ഇവിടുത്തെ അർത്ഥം അതല്ല. സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ എന്താണോ ഉണ്ടായിരുന്നത് അത്. അപ്പൊ ആദി കവി എന്ന് പറഞ്ഞ ആരാ? ആദി കാവ്യം, ആദി കാവ്യം രാമായണം, ആദി കവി വാൽമീകി. അപ്പോൾ അതിനു മുമ്പ് കവികളൊന്നും ഉണ്ടായിട്ടില്ലേ? ഭാഗവതം ആരംഭിക്കുന്നത് എങ്ങനെയാ? മൂലം ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃത യ ആദി കവയേ. അവിടുത്തെ കവി വാൽമീകിയാണോ? അല്ല. അവിടുത്തെ ആദി കവി എന്ന് ഉദ്ദേശിക്കുന്ന ബ്രഹ്മദേവനാണ്. അപ്പൊ ആദി കവയെ ആദി കവിക്കായിക്കൊണ്ടിട്ട് ഉപദേശിച്ചു കൊടുത്തു എന്നാ ഭാഗവതം. അങ്ങനെയാണെങ്കിൽ വാൽമീകി അല്ല ആദികവി.
അതിനു മുമ്പ് ഇവിടെ കവികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തേതെന്നല്ല. അപ്പോൾ ആദ്യ എന്ന വാക്കിനർത്ഥം സൃഷ്ടി, സ്ഥിതി, ലയം. ഇതിന് മൂന്നിനും കാരണമായിരിക്കുന്നത് എന്തോ അതാണ് ആദ്യ. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് പരമാത്മതത്വം. അപ്പൊ പരമാത്മതത്വത്തെ പറ്റി പറയുന്ന കാവ്യം ഏത് കാവ്യം? ആദികാവ്യം. പരമാത്മതത്വത്തെ പറ്റി പറഞ്ഞു തന്നയാള് ആദികവി. അപ്പൊ രാമായണത്തിലെ വിഷയം എന്താ? പരമാത്മതത്വം എന്താണെന്ന് പറയാ. അതുകൊണ്ടാണല്ലോ എന്താണ് ഉമാമഹേശ്വര സംവാദത്തിൽ ചോദ്യം ചോദിക്കുന്ന എന്താ? രാമതത്വം പറഞ്ഞു തരാനാണ് ദേവി പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞ രാമതത്വം എന്ന് പറയുന്നത് ഏതാണ്? സാക്ഷാൽ പരമാത്മതത്വം തന്നെയാണ്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നും പറഞ്ഞ ഉമാമഹേശ്വര സംവാദം ആരംഭിക്കുന്നത് വാൽമീകി രാമായണം എടുത്ത് നോക്കുക, അതിനകത്തുണ്ട്. അപ്പോ ഇവിടെ ആദ്യ. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ എന്താണോ ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇവിടെ സൃഷ്ടിക്ക് കാരണമായിട്ട് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാവണം. അതിൽ നിന്നാണ് എന്തുണ്ടാവുക? ഏത് സൃഷ്ടികളും ഉണ്ടാവുക. ഒന്നില്ലാതെ ഒന്നുണ്ടാവില്ല. ഉണ്ടായതാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാണ്. കാരണം ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഉള്ളതുണ്ടാവണം, അല്ലേ? ഉണ്ടായത്. ഉള്ളതോ? ഉള്ളതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉള്ളത് നശിക്കത്തുമില്ല. അപ്പൊ നശിക്കുന്നവയൊക്കെ ഏതാ? നമ്മളൊക്കെയോ എങ്ങനെയാ? നമ്മളൊക്കെ ഉണ്ടായതാണോ അതോ ഉള്ളതാണോ? ഉണ്ടായതാ. അതുകൊണ്ട് നശിക്കും. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതും എടുത്തു നോക്കിക്കോ. ഈ മൈക്ക് ഉണ്ടായതാണോ ഉള്ളതാണോ? ഉണ്ടായതാ. അപ്പൊ ഇതൊരു കാലം കഴിയുമ്പോൾ നശിക്കും. അപ്പൊ ഏത് മാത്രമേ നിലനിൽക്കൂ? ഈ ക്ഷേത്രം തന്നെ ഉണ്ടായതാണെങ്കിൽ അത് പോകും. അത് പ്രപഞ്ച നിയമമാണ്. അപ്പൊ ഉള്ളത് മാത്രമേ നിൽക്കൂ. അപ്പൊ ഇത് ഉണ്ടാകാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു വേണം. അതിനെ ശാസ്ത്രം, സയൻസ് പറയുന്നത് റോ മെറ്റീരിയൽ എന്നാ. രാവിലെ ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി പ്ലേറ്റിൽ കൊണ്ടുവച്ചപ്പോൾ ഈ ഇഡ്ഡലി ആകുന്നതിന് മുമ്പ് ഇതിന്റെ പേരെന്തായിരുന്നു? മാവ. അതിനു മുമ്പോ ഉഴുന്നും അരിയും. അതുകൊണ്ട് പ്ലേറ്റിൽ കൊണ്ടുവച്ചാൽ പറയോ ഇത് ഉഴുന്നു അരിയാന്ന്? ഇല്ല. അപ്പൊ ഈ ഇഡ്ഡലി ഉണ്ടാകണ ആര് വേണം? അരി ഉഴുന്നും വേണം. അതില്ലാതെ ഒരു പ്രൊഡക്ഷനും നടക്കില്ല. അപ്പൊ ആ അരി ഉഴുന്നും അതിന്റെ റോ മെറ്റീരിയൽ. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്ത് ഇവിടെ ഇങ്ങനെ സൃഷ്ടിക്കണമായിരുന്നുവെങ്കിൽ ഈ സൃഷ്ടിക്കൊരു വസ്തു ഉണ്ടായിരിക്കണം. അതിന് പറയുന്ന പേരാണ് ആദ്യ. ആ ജഗത്ത് ഉണ്ടായത് ആരിൽ നിന്നാണ്? ഈ ആദ്യയായിരിക്കുന്ന പരാശക്തിയിൽ നിന്നാണ്. ഇവിടെ ദേവീ ഭാഗവതമായതുകൊണ്ട് ഇത് സ്ത്രീലിംഗത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭാഗവതത്തിൽ വരുമ്പോൾ അതിനെന്ത് പേര് പറയും? പുല്ലിംഗം പറയും. പരമാത്മതത്വം ഇതിന് പറയുന്ന പേര് മൂലപ്രകൃതി. കാരണം സൃഷ്ടി നടക്കണമെന്ന് പരമാത്മസ്വരൂപം മനസ്സിൽ ആഗ്രഹിച്ചപ്പോൾ പരമാത്മസ്വരൂപത്തിൽ നിന്നും ഒരു ഭാഗം അങ്ങോട്ട് മാറി. ആ മാറിയതിന് പറയുന്ന പേരാണ് മൂലപ്രകൃതി. പരമാത്മതത്വത്തിൽ എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതെല്ലാം തന്നെ ആരിലുമുണ്ട്? ഈ മൂലപ്രകൃതിയിലുമുണ്ട്. ഇപ്പം മൂലപ്രകൃതി എന്ന് പറയുമ്പോൾ പരമാത്മതത്വം എന്ന് പറയുന്നത് നിർഗുണാവസ്ഥയിലിരിക്കുന്നതും മൂലപ്രകൃതി എന്ന് പറയുന്നത് സൃഷ്ടി നടക്കുമ്പോൾ സഗുണാവസ്ഥയും. ഇത്രയും വ്യത്യാസമുള്ളൂ. ഒന്ന് നിർഗുണം, ഒന്ന് സഗുണം. അതുകൊണ്ട് പരമാത്മതത്വത്തിൽ എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം ആരിലും ഉണ്ടാവും? ഈ പരാശക്തിയിലും മൂലപ്രകൃതിയിലും ഉണ്ടാവും. ഏതുപോലെ ഇവിടെ ഉദാഹരണം പറയുന്നത്, അഗ്നി കത്തുമ്പോൾ അഗ്നിക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് പ്രകാശിക്കുക, ഒന്ന് ചൂട് നൽകുക. ഇതിലേതെങ്കിലും ഒന്ന് മാറ്റിയാൽ പിന്നെ അഗ്നി ഉണ്ടോ? ഇതേപോലെ പരമാത്മതത്വത്തോട് ചേർന്ന് പരമാത്മതത്വത്തിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ഇരിക്കുന്നതാണ് ആര്? ഈ പരാശക്തി. ആ പരാശക്തിയാണ് ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് ആവശ്യമായിരിക്കുന്ന വസ്തുവായി വർത്തിക്കുന്നത്. ഇവിടെ ദേവീഭാഗവതം ആയതുകൊണ്ട്
അത് സ്ത്രീലിംഗത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള അതെന്താണ്? ചൈതന്യരൂപം. നമ്മളിലൊക്കെ ഏത് രൂപത്തിലാ ദേവി കുടികൊള്ളുന്നത്? ഉള്ളിൽ ചൈതന്യമായിട്ട്. ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നർത്ഥം. ചേതനയോടുകൂടി ഇതിൽ വിളങ്ങുന്നത്. അതിനിവിടെ പറയും ചൈതന്യവും ഉണ്ട്, ജഡവും ഉണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിൽ ജഡമായ ഒരു ഭാഗവുമുണ്ട്, ചൈതന്യാത്മകമായിരിക്കുന്ന ഒരു ഭാവവും ഉണ്ട്. അതിൽ ചൈതന്യമാണ് ആര്? ആ പരാശക്തി. ജഡമെന്ന് പറയുന്നത് ഏതാണ്? ഈ ശരീരവുമാണ്. അപ്പൊ ഈ ജഡമായിരിക്കുന്ന ശരീരത്തെ കർമ്മോന്മുഖമാക്കിക്കൊണ്ട് യാതൊരു സത്താണോ ഇതിലുള്ളത്, അതിന് പറയുന്ന പേരാണ് ഏത്? ചൈതന്യ രൂപ. അതിന് മറ്റൊരു രൂപത്തിൽ ഇവിടെ പറയും ദൃക്കെന്നും ദൃശ്യമെന്നും. ദൃക്ക് എന്താണ്? ചൈതന്യം. ദൃശ്യം എന്താണ്? ജഡം. ദൃശ്യമാധ്യമങ്ങൾ എന്ന് കേൾക്കാറുണ്ട്. എന്താ ദൃക്കും ദൃശ്യവും? ദൃക്കെന്ന് പറഞ്ഞാൽ ദൃക്ക്. ദൃക്സാക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അർത്ഥം? ദൃക്സാക്ഷി കാണുന്നവൻ. കാണുന്നവനുമുണ്ട്, കാണപ്പെടുന്ന വസ്തുവുമുണ്ട്, അല്ലേ? കാണുന്നവന് ദൃക്കെന്ന് പറയും, കാണപ്പെടുന്ന വസ്തുവിന് ദൃശ്യം. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എന്നെ കാണും. അപ്പൊ ഞാൻ ആരായി? നിങ്ങളെ സംബന്ധിച്ച് ദൃശ്യം. നിങ്ങൾ ആരായി? ദൃക്ക്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളെ കാണും. അപ്പൊ ഞാൻ ആരായി? ദൃക്കായി. നിങ്ങൾ. അപ്പൊ ഈ ലോകത്ത് ഏതേ ഉള്ളൂ? രണ്ടെണ്ണമേ ഉള്ളെന്നാ പറയുക. ദൃക്കും ദൃശ്യം. ദൃശ്യം എന്താ? ജഡമാന്നാ പറഞ്ഞത്, ആണോ? അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെ കണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടോ? കണ്ടോ? കണ്ടു. എന്നിട്ട് നിങ്ങളിലെ ഞാൻ ആരാ? ഞാൻ നിങ്ങളെ കാണുന്ന എന്നെ ആരോ ഒരാളുണ്ടല്ലോ, ആ ആളാരാ? എങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? ഞാൻ ആരാണെന്നറിയാമോ? തൊട്ട് കാണിച്ചത് ആരെയാ? നമ്മളെ തന്നെയാണോ? തൊട്ടതെവിടാ? ശരീരത്തിലാ, ആണോ? അതല്ലേ? ഈ ശരീരം ഞാനാണോ അതോ എൻ്റെ ആണോ ശരീരം? അടുത്ത ചോദ്യ. ആരെങ്കിലും വ്യവഹരിക്കാറുണ്ടോ ഞാൻ ശരീരം ഇവിടെ നിൽക്കുന്നു എന്ന്? പിന്നെ എങ്ങനെയാ പറയണത്? എൻ്റെ ശരീരം എന്താ പറയുക? എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാനാകുമോ? ആവോ? ഇല്ല. അപ്പൊ ഈ ശരീരമല്ലാതെയും ഇതെന്റേതാ. ഈ ശരീരമല്ലാതെ മറ്റൊരാൾ എന്നിൽ ഉണ്ട്. അതാണ് ആര്? ദൃക്ക്. അയാളെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇനി മേലാൽ ഞാനെന്ന് പറഞ്ഞ് ആരെ തൊട്ട് കാണിക്കല്ലേ? മനസ്സിലായല്ലോ? എൻ്റെ ശരീരമാ, ഞാൻ വേറെയാ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ല അമ്മൂമ്മയ്ക്ക്? മനസ്സിലായോ? ഇത്രയും നാളും പറഞ്ഞത് വെറുതെ ആയി പോയി. അപ്പോ എന്തായി? ഇതെന്റെ ശരീരം. എൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആരാവില്ല, ഞാനാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഞാനായി ഒരാൾ ഇവിടെ ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് ദൃക്ക്. അതിന് പറഞ്ഞ പേരാണ് ദൃക് സാക്ഷി. മറ്റൊരു പേരുണ്ട്, ഏത്? സാക്ഷി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായ തിനോ താൻ തന്നെ. അടുത്ത വരി ആ സാക്ഷി അവിടെ ഉണ്ട്. അപ്പൊ സാക്ഷി വേറെയാ, അല്ലേ? ഇനി മറ്റൊന്നുണ്ട്, അർക്കാനലാതി. വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനം ആകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കണം. ഈ പണിയെല്ലാം ചെയ്യുന്ന അതിനാ. ഈ താൻ അല്ലെങ്കിൽ ഞാൻ ആരെ ഉറപ്പിക്കണം? ആരാണെന്ന് ഉറയ്ക്കണം. അർക്ക അനലൻ. അർക്കൻ സൂര്യൻ, അനലൻ ഈ അഗ്നി. ഇതിനെയൊക്കെ കാണുന്നുണ്ട് നമ്മൾ. ആരെ കൊണ്ടാ കണ്ടത്? കണ്ണുകൊണ്ടാ കണ്ടത്. കാണുന്ന വസ്തു ദൃശ്യം, കാണുന്നവൻ ദൃക്ക്. അപ്പൊ കണ്ണ് കണ്ടു.
കണ്ണാരായി? ദൃക്ക്. അഗ്നി എന്തായി? ദൃശ്യം. ഈ കണ്ണിനെ കാണുന്ന ഒരു കണ്ണകത്തില്ലേ? ഉണ്ടോ ഇല്ലയോ? ആ കണ്ണ് കാണുന്ന ആരെ കൊണ്ടാ? മനസ്സുകൊണ്ട്. മനമാകുന്ന കണ്ണ്. അപ്പൊ ഈ കണ്ണാരായി? ഈ കണ്ണാരായി? ദൃശ്യം. മനസ്സാരായി? ദൃക്ക്. കണ്ടോ സ്ഥാനം പോവുക. മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ. ഈ മനസ്സിനെ കാണുന്ന ഒരു പൊരുള് ഇതിനകത്തുണ്ട്. അത് താനെന്നുറയ്ക്കണം. ഇതാണ് നീ എന്ന് മനസ്സിലാക്കിക്കോളാനാ പറഞ്ഞത്. അപ്പോ ഈ കണ്ണല്ല, ഇതല്ല, കണ്ണല്ല, മനസ്സല്ല, അതിനപ്പുറത്തും മനസ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ നമ്മളിലുണ്ട്. അതാരാണെന്ന് അറിയണം, താനെന്നറിയണം. അതറിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ഭാഗവതവും വേണ്ട, ദേവി ഭാഗവതവും ഒന്നും വേണ്ട എന്നർത്ഥം. അതിനെ അറിയാനായിട്ടാണ് ഈ പുരാണങ്ങൾ മുഴുവൻ ചമച്ചത്. അപ്പോ നമ്മുടെ ഉള്ളിൽ ഈ മനസ്സിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊരുളുണ്ട്. അതാണ് ആര്? സർവചൈതന്യ രൂപം. നമ്മളിലുള്ള ആ ദേവി ഭാവം ഏതാ? ഈ വിഷയങ്ങളെയെല്ലാം കണ്ടുകൊണ്ട് ഇരിക്കുന്ന സാക്ഷിയെന്നോ ദൃക്കെന്നോ പറഞ്ഞുകൊണ്ട് എന്നിൽ ഇരിക്കുന്ന അതിനെ സർവചൈതന്യരൂപ താം ആദ്യാം വിദ്യാം ച ധീമഹി. ആ ദേവി തന്നെയാണ് നമുക്കുണ്ടാകുന്നതായ വിദ്യയെയും പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ വിദ്യയെ, ആ ജ്ഞാനത്തെ നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് വിദ്യ എന്ന് പറയുന്നത് ആര് തന്നെയാണ്. അതുകൊണ്ടാണ് യാ ദേവി സർവഭൂതേഷു വിദ്യാ രൂപേണ സംസ്ഥിത. അപ്പൊ ആ വിദ്യ ഉണ്ടാകാനായിട്ട് ബുദ്ധിം, ഏതിനെ വേണം? ബുദ്ധിയെ നൽകണം. അപ്പോൾ ആ ബുദ്ധി ആരാ? യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. നമ്മുടെ ഉള്ളിൽ ബുദ്ധിയായിരിക്കുന്നത് ആര് തന്നെയാണ്? ആ ദേവി തന്നെയാണ്. യാ ന പ്രചോദയാത്, അവള് തന്നെ ഈ ചൈതന്യായി കുടികൊള്ളുന്ന. ഞാൻ കൂടുതൽ അതിന്റെ ആ പറയുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇനി ആവർത്തിച്ച് വരും. അപ്പൊ അവിടെ കൂടുതൽ വിസ്തരിച്ച് പറയുകയും ചെയ്യാം. ഏതായാലും അങ്ങനെയുള്ള സാക്ഷാൽ, അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ദേവി ഭാഗവതം ആരംഭിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വിദ്യാരൂപിണിയായും. രണ്ട് ഭാവങ്ങളുണ്ട്. വിദ്യ, നിങ്ങളുടെ ചൊല്ലില്ലേ രാവിലെ, വിദ്യ അവിദ്യാസ്വരൂപിണി. വിദ്യായിരിക്കുന്നവളും ഇവള് തന്നെയാണ്, അവിദ്യായിരിക്കുന്നതും ഈ ദേവിയാണ്. പക്ഷെ നമുക്ക് അറിയേണ്ടുന്നത് ആരെയാണ്? ആ വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയെ നമുക്ക് അറിയണം. ആ അറിവ് നേടലാണ് ഏതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? ദേവി ഭാഗവതം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു ഗായത്രി മന്ത്രത്തോടു കൂടിയാണ് ദേവി ഭാഗവതം ആരംഭിക്കുന്നത്. ഇന്നലെ പറഞ്ഞു, സകല പുരാണങ്ങളും അതിൻ്റെ ഒരു പ്രസ്താവനാ രൂപം ആരംഭിക്കുന്നത് നൈമിഷാരണ്യത്തിൽ ഇരുന്നുകൊണ്ടാവും. നൈമിഷാരണ്യത്തിൽ കുറേ സന്യാസിമാർ ഒത്തുചേരുന്നു. അതിൽ കൂടുതലും ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലാണ് ഇവർ വരിക. ആ ശൗനകൻ കുറേ ദീർഘനാളായിട്ടിങ്ങനെ സത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്രമെന്ന് പറഞ്ഞാൽ ഒരു യാഗം കഴിയും, അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത യാഗം ആരംഭിക്കും, അത് തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ദീർഘസത്രം എന്നതിന് പറയുക. ദീർഘകാലമായിട്ട് ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാ? അർത്ഥാൽ ആദ്യത്തെ യാഗം കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. അതുകൊണ്ട് വീണ്ടും എന്ത് തുടങ്ങിയ? രണ്ടാമത്തെ. അതിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ യുക്താനി, ഏതാണ്ട് 5 ലക്ഷണങ്ങൾ ഉള്ളവയാണ് പുരാണങ്ങളെന്നും മറ്റ് പുരാണങ്ങളെന്നും ഇവിടെ തരുന്നത്. പക്ഷെ ഇവിടെയാണ് ഭാഗവതവും ദേവി ഭാഗവതവും തമ്മിൽ വ്യത്യാസം. ഭാഗവതത്തിൽ പറയുന്നത് 10 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലേ ഏതിൽപ്പെടൂ? പുരാണത്തില് 5നും 10നും താഴെയിടയിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതേനെ മാത്രമേ ഉപപുരാണമെന്നും പറയുകയുള്ളൂ. അതുകൊണ്ട് ഭാഗവതം നിയമമല്ല ദേവി ഭാഗവതത്തിൽ പറയുക. ഭാഗവതത്തിൽ പറയും അത്ര സർഗോ വിസർഗ സ്ഥാനം ഭോഷണമൂത്തയ.
മന്വന്തരേശാനുഗത നിരോധോ മുക്തിരാശ്രയ, ഈ 10 വിഷയങ്ങൾ ഉണ്ടാവണം. പക്ഷെ ഇവിടെ അതല്ല. മന്വന്തര കഥകള്, അതേപോലെ തന്നെ മന്വന്തര ഈശാനുചരിതം, ഇങ്ങനെ ചില, പിന്നെ സർഗം പ്രതിസർഗം, മന്വന്തരം, ഈശാനുഗത, പിന്നെ ആശ്രയം എന്നുള്ള 5 വിഷയങ്ങളെ ഉപപുരാണത്തിന്റെ ലക്ഷണമായിട്ട് ദേവി ഭാഗവതം പറയുന്നുള്ളൂ. പക്ഷെ ഭാഗവതം പറയുന്നത് 10 ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷയങ്ങൾ എന്നാണ്. അല്ലാണ്ട് ഇന്നതൊക്കെ ഉണ്ടെന്നുള്ളതല്ല. നമ്മൾ സാധാരണ ലക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ പ്രകാശിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളെയാണ് നമ്മൾ ലക്ഷണങ്ങൾ കൊണ്ട്. ഇവിടെ അതല്ല, ലക്ഷണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഷയങ്ങൾ എന്ന്. ഇപ്പൊ സർഗം, സൃഷ്ടിയെ പറ്റി പറയണം. പ്രതിസർഗം, പ്രത്യേകമുള്ള സൃഷ്ടികൾ, അത് ബ്രഹ്മാവ് മുതൽ ഇങ്ങേയറ്റമുള്ള നെയ്യുണ്ണി ഉറുമ്പ് വരെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നതിനെയാണ് പ്രതിസർഗം. പിന്നെയോ പ്രതിസർഗ സ്ഥാനം, ഭൂമിയുടെ കിടപ്പ്, പോഷണം, അവിടെ രാജാക്കന്മാർ പരിപാലിച്ചത്, ഊതികള്, കർമ്മവാസനകളെ പറ്റി പറയണം. നിന്നാണ് ഭോഷണമൂത മന്വന്തര കഥകള്, ഓരോ മന്വന്തരത്തിലും ഓരോ മനുക്കളുണ്ടായത്. ആ മന്വന്തരങ്ങളിലൊക്കെ ഭഗവാൻ അല്ലെങ്കിൽ ആരെങ്കിലും അവതാരം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കഥകൾ വേണം. പിന്നെ ഈശാനുചരിതം, ഇതേ മന്വന്തരത്തിലെ രാജാക്കന്മാരുടെ സന്താനങ്ങളുടെ കഥകൾ പറയണം. ഇങ്ങനെയുള്ള 10 വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഏതായിട്ട് പറയുള്ളായിരുന്നു, പുരാണങ്ങൾ. പക്ഷെ ഇവിടെ പറയുന്നത് 5 ലക്ഷണങ്ങളുള്ള 18 പുരാണങ്ങളും അങ്ങ് പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് ത്വയാ ജ്ഞാനാനി സർവാണി, അല്ലയോ സൂത, നീ എല്ലാ തരത്തിലുമുള്ള ജ്ഞാനങ്ങളും ആർജിച്ചവനാണ്. അത് എവിടുന്ന്? വ്യാസ സത്യവതി സുതാത്. ഈ വന്നിരിക്കുന്ന സൂതൻ സാക്ഷാൽ വ്യാസ മഹർഷിയിൽ നിന്നും നേരിട്ട് പുരാണ കഥകൾ കേട്ടവനാണ്. എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് കേട്ടയാളാണ് ആര്? ഈ സൂതൻ. അതാണ് ഈ സൂതന്റെ പ്രത്യേകത. രോമഹർഷണ പുത്രനായിരിക്കുന്ന ലോമഹർഷണനാണ് സൂതൻ. ഈ സൂതൻ ആരിൽ നിന്നാ പഠിച്ചത്? വ്യാസനിൽ നിന്ന്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന വ്യാഖ്യാനം പുസ്തകം ഇല്ലേ, 6 വോളിയം, അത് വ്യാഖ്യാനം ചെയ്തത് NV നമ്പ്യാതിരി എന്ന്, വറക്കോട് NV നമ്പ്യാതിരിയാണ്, അടൂരുള്ളതാണ്. അദ്ദേഹമാണ് എന്നെ ഏതിലേക്ക് കൊണ്ടുവന്നത്? ഈ ഭാഗവതവും സപ്താഹത്തിനുമൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ 12 വർഷങ്ങളോളം. ആ സമയത്താണ് ഈ ദേവി ഭാഗവതം തിരുവനന്തപുരത്ത് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ നിന്നാണ്. ഇതിന്റെ ലിപി ദേവനാഗിരി ലിപിയോ ഉള്ളായിരുന്നു. ഇത് കേരളത്തിൽ മലയാളം ലിപിയിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് കൊല്ലത്ത് സത്രസമിതി, കൊല്ലത്തെ പൊയിലക്കട ഗ്രൂപ്പ് എന്ന് പറയുന്ന അവിടുത്തെ അതിന്റെ ഉടമസ്ഥന ബേബി മുതലാളി എന്നാണ് അദ്ദേഹമാണ് കൊല്ലം സത്രം നടത്തിയത്. ആ സത്രത്തിന്റെ സമാപനത്തോടനുസരിച്ചാണ് ഈ ദേവി ഭാഗവതം ഇറക്കിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സപ്തതിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെ തേവള്ളിയിൽ വെച്ച് ദേവി ഭാഗവതം ഇങ്ങനെ, അന്ന് ഈ നാഗിരി പുസ്തകമേ ഉള്ളൂ, ആർക്കും വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാനും സാറും തന്നെയാണ് ഇതേ പുസ്തകം വെച്ച് വായിച്ച് സാറ് വ്യാഖ്യാനിക്കും, ഞാനും കൂട്ടത്തിൽ പറയും. ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ആളുകൾക്ക് നോക്കിയിരിക്കാനായിട്ട് പുസ്തകം അന്ന് ലഭ്യമല്ലാതിരുന്നപ്പോഴാണ് മാനസ്ക്രിപ്റ്റിൽ പോയി കേരള യൂണിവേഴ്സിറ്റിയിൽ 1.5 മാസം കുത്തിയിരുന്നാണ് ഈ ലിപിയിൽ മലയാളത്തിലേക്ക് ഞാനാണ് മുഴുവൻ എഴുതിയെടുത്തത്. എന്നിട്ടാണ് ഇത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വെച്ച് ആദ്യമായിട്ട് നവാഹം നടത്തിയത്. അതിനുശേഷം ആ സത്രത്തിലെ പണത്തിന്റെ ബാലൻസ് കൊണ്ടാണ് അമ്മടയിൽ ഇരിക്കുന്ന പുസ്തകം ആദ്യമായിട്ട് കാഞ്ചി കാമകോടിയെ കൊണ്ട് അത് പ്രകാശനം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം വേദശ്രീ എന്ന് പറഞ്ഞിറക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിക്കാറായപ്പോൾ ആദ്യം ആറ്റുകാൽ ക്ഷേത്രത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവര് വലിയ താല്പര്യം കാണിച്ചില്ല. അത് കഴിഞ്ഞ് DC ബുക്സിന് കൊടുക്കാൻ തുടങ്ങി. അവരും ഒന്നും സാറിന് കൊടുക്കില്ല എന്ന് വന്നു. അവസാനം സാറ് പഠിച്ചത് രാമകൃഷ്ണാശ്രമത്തിനായതുകൊണ്ട് രാമകൃഷ്ണാശ്രമത്തിന് ഫ്രീ ആയിട്ട്, അങ്ങനെയാണ് ഈ പുസ്തകം വന്നു കഴിഞ്ഞപ്പോഴാണ് സകല ആളുകളും ഏത് നടത്താൻ തുടങ്ങിയത്, നവാഹം. അതിനു മുമ്പ് ആർക്കും ഈ പുസ്തകത്തെ കുറിച്ച്, അത് കഴിഞ്ഞിട്ടാണ് ശിവാനന്ദാശ്രമം പിന്നീട് പ്രിന്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് അവരോടും ചോദിച്ചു ഈ പുസ്തകം എടുക്കാവോ എന്ന്. അവര് വന്ന് ആദ്യം ഉൾക്കൊണ്ടില്ല. അത് കഴിഞ്ഞാണ് രാമകൃഷ്ണാശ്രമം. ഇങ്ങനെയാണ്. അപ്പം ഈ പുസ്തകം വ്യാഖ്യാനം ചെയ്ത ആളുമായിട്ട് ഒരുപോലെ ഇരുന്ന് പോകാൻ പറ്റിയിട്ടുണ്ട്. സപ്താഹത്തിലും നവാഹത്തിലും പങ്കെടുക്കാൻ അതൊക്കെ ഒരു വലിയൊരു, അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ പോവാന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ
ഭാഗ്യമാണ്. അന്നത്തെ കാലത്ത് ഞാൻ പറയും 3 പേരെ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ 4 പേര് ശ്രീമദ് ഭാഗവത മൂലഗ്രന്ഥം പറയാൻ പരമയോഗ്യരായിട്ടുണ്ട്. ഒന്ന് തവനൂരുണ്ടായിരുന്ന സാറ് കേട്ടിട്ടുണ്ടോ? PR നായർ സാറ്. ഇല്ല, ഞാൻ ഒരു ശബ്ദം അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ട് കുഞ്ഞുകാലം. PR നായർ സാറ്, പിന്നെ ഈ ശിവാനന്ദാശ്രമത്തിന്റെ ജ്ഞാനാനന്ദ സ്വാമികള് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം ഞാൻ കുഞ്ഞായിരുന്നപ്പോ കേട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നു വൈദ്യലിംഗ ശർമ്മ സാറ്, പിന്നീട് NV നമ്പിയാതിരി. ഈ 4 പേരേ ഉള്ളൂ ശാസ്ത്രം പഠിച്ചിട്ട് ഭാഗവതം പഠിച്ചിട്ട്. ബാക്കിയൊക്കെ വെറുതെ പുസ്തകം വായിച്ചിട്ട് എന്തൊക്കെയോ, ഞാൻ ഉൾപ്പെടെ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ, ഒരു സംശയം ചോദിച്ചാൽ ഞൊടിയിടയിലാണ് ആര് അമ്പ്യാരി സാറിന്റെ കയ്യിൽ നിന്നൊക്കെ ഉത്തരം ഇങ്ങോട്ട് സംശയം ചോദിച്ചു. അപ്പൊ അത് അങ്ങനെ ഒരു ഭാഗ്യം. അപ്പൊ ഇവിടെ പറയുന്ന എന്താ, ആ പുരാണം എഴുതിയ ആരെ, ആ സത്യവതി പുത്രനായിരിക്കുന്ന ആ വ്യാസനിൽ നിന്ന് നേരിട്ടും ഏത് കേൾക്കാൻ ഭാഗ്യം ചെയ്തവനാണ് സൂത അങ്ങ്. അതുകൊണ്ട് ഇത്തവണ, കഴിഞ്ഞ തവണ അങ്ങ് വന്നപ്പോൾ ഞങ്ങൾക്ക് സാക്ഷാൽ ഭഗവാന്റെ കഥകളെ പറ്റിയാണ് പറഞ്ഞത്. ഇത്തവണ ഞങ്ങൾക്ക് അത് പോരാ. ഇത്തവണ നീ എന്തു പറഞ്ഞു തരണം? സാക്ഷാൽ ദേവിയുടെ അവതാരങ്ങളെ പറ്റി വേണം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ. കാരണം ഇവിടെ കേൾക്കാനായിട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ഈശ്വരപ്രാപ്തി ലഭിക്കുവാനായിട്ടുള്ള പുരാണം ഏതാണോ അതിനെപ്പറ്റി പറഞ്ഞു തരണം. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. എന്താണ്? ശാസ്ത്രാണ്യപി വിചിത്രാണി ജൽപവാദ അയുധാനിച്ച. പല ശാസ്ത്രങ്ങളുണ്ട് ഇവിടെ. ഓരോ ശാസ്ത്രങ്ങളും അവരുടെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു? നല്ലതെന്ന് പറഞ്ഞിട്ട് ചില ജൽപ്പനങ്ങൾ നടത്തുകയാണ്. അതുകൊണ്ട് വിവിധാനി പുരാണാനി ശാസ്ത്രാണി വിവിധാനിജ. വിവിധങ്ങളായ പുരാണങ്ങളുണ്ട്, വിവിധങ്ങളായ ശാസ്ത്രങ്ങളുമുണ്ട്. ഇവയ്ക്ക് ഓരോന്നിനും ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങളെയാണ് പറയുന്നത്. അതുകൊണ്ട് പറയാ വിതണ്ടാച്ചലയുക്താനി ഗർവ അമർഷകരാണിജ. ഓരോരുത്തരും വിതണ്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താ പറയാ, കുഴിച്ചിട്ടാൽ കിളുക്കുവേലാത്ത തരത്തിലുള്ള ചില ന്യായവാദങ്ങളെ പറഞ്ഞുകൊണ്ടുള്ള ശാസ്ത്രങ്ങളാണ്. പിന്നെയോ ചിലതൊക്കെ ഗർവിനെ പഠിപ്പിക്കുന്നത്, ചിലതൊക്കെ അമർഷങ്ങൾ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മറ്റൊന്നോ നാനാർത്ഥവാദയുക്താനി. ചില ശാസ്ത്രങ്ങൾ എന്താ, പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ. എന്താണ് ഇതുണ്ടല്ലോ തത്വം, ഈ തത്വശാസ്ത്രങ്ങള് അല്ലെങ്കിൽ തർക്കസംഗ്രഹം, ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. അവരോരോ അവിഛിന്ന എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് തുടങ്ങുക. ഓരോ അവിഛിന്നത്തിനും ഓരോ അർത്ഥങ്ങൾ പറഞ്ഞ് അവര് ന്യായവാദങ്ങൾ നിരത്തുന്നത്. ഇങ്ങനെയുള്ള ന്യായവാദങ്ങളോട് കൂടിയതൊക്കെയാണ്. അതിൽ തന്നെ ചില ശാസ്ത്രങ്ങളുണ്ട്. ചിലതിനെ സാത്വികമായിട്ട് പറയുന്നു, ചിലത് രാജസമായിട്ട് പറയുന്നു, ചിലത് താമസമായിട്ട് പറയുന്നു. അതില് വേദാന്തം എന്ന് പറയുന്നത് സാത്വികമാണ്. മീമാംസ അഥവാ യാഗാദി കർമ്മങ്ങളെ പറ്റി പറയുന്നവ രാജസമാണ്. അതേപോലെ തന്നെ ന്യായശാസ്ത്രങ്ങളുണ്ട്, ഇതൊക്കെ താമസമാണ്. ഇവിടെ പറയും സാത്വികം തത്ര വേദാന്തം മീമാംസ രാജസമ്മതം താമസം ന്യായശാസ്ത്രം ജാ ഹേതുവാദാഭിയന്ത്രിതം. ഇവരൊക്കെ ഓരോന്നിനെയും അവരെ സ്ഥാപിക്കുമ്പോൾ കാരണം കാര്യം ഇങ്ങനെയുള്ള 2 വസ്തുതകളെ വെച്ചുകൊണ്ടിട്ടാണ് അവരവരുടേതായ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രോതുകാമാക ദ്വിജാഹ സർവേ ദിവ്യം ഭാഗവതം ശുഭം. കേൾക്കാൻ താല്പര്യത്തോടു കൂടിയിരിക്കുന്ന ഈ ബ്രാഹ്മണരെല്ലാവരും ഏറ്റവും ശുഭമായിരിക്കുന്ന ദേവി ഭാഗവതത്തെ കേൾക്കുവാൻ എന്താണ് ആഗ്രഹിക്കുന്നു. സുധാനി അന്യാനി സർവജ്ഞ തൊന്മുഖം നിസ്സൃതാനിച്ച. അത് മാത്രമല്ല, അങ്ങയിൽ നിന്ന് ഇത് മാത്രമല്ല കേൾക്കാനുള്ളത്, എത്രയോ കാര്യങ്ങളാണ് അങ്ങ് ഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ട് പറയാണ് നൈവ തൃപ്തിം വേദാമോദ്യ സുതപാനെ അമരായഥ. എത്ര അങ്ങയുടെ വായിൽ നിന്ന് ഈ പുരാണ കഥകൾ കേട്ടിട്ടും ഞങ്ങൾക്ക് തൃപ്തി വന്നില്ല. ആരെ പോലെ? എന്താ പറയാ, സുധാപാനെ അമരായഥ. ദേവന്മാര് അമൃത് കുടിച്ചിട്ട് അവർക്ക് മതിയാകുന്നില്ല. അതേപോലെ ഈ പുരാണ കഥകളെ അങ്ങയിൽ നിന്നും കേട്ടിട്ടും ഞങ്ങൾക്ക് എത്ര കേട്ടിട്ടും മതി വരുന്നില്ല. വീണ്ടും വീണ്ടും കേൾക്കാൻ എന്തുണ്ടാവുകയാണ്? ലോകത്ത് അങ്ങനെ ഏതെങ്കിലും ഒന്നുണ്ടോ? എത്രയോ അവാർഡ് കിട്ടിയ സിനിമകളുണ്ട്. എത്ര തവണ കാണും? 10 തവണ, അതിൽ കൂടുതൽ കാണത്തില്ല. കാണും. നല്ല ഇഷ്ടപ്പെട്ട നോവലുകൾ കാണാം,
എന്താണ് രണ്ടാം ഊഴം MTയുടെ ആദ്യം വായിച്ചു, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. രണ്ടാമതും വായിച്ചു, 3 തവണ വായിച്ചു. പിന്നെ ഞാനത് തൊട്ടിട്ടില്ല. ഏതാ വലിയ അവാർഡുകൾ കിട്ടിയതാ. നേരെ മറിച്ച് ഭാഗവതമോ കേട്ടവര് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? ഇവിടെ കഴിഞ്ഞ കൊല്ലം കേട്ടതേ ഉള്ള, പിന്നെ പോയി കേട്ടില്ലേ? അതുപോലെ അപ്പം ഇത് ഈ യുക്തമായിട്ട് വരുമല്ലോ. ഇവിടെ ഒന്നും ഇല്ലേ? ഏറ്റുമാനൂർ ഇല്ല, അതെനിക്കറിയാം. ഏറ്റുമാനൂരൊക്കെ എങ്ങനെ സപ്താഹവും നവാഹമൊക്കെ വാതിൽ വെക്കാൻ പോണോ അതോ ഭാഗവതം നടത്താൻ പോണോ? അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർക്കതൊന്നുമല്ല പ്രാധാന്യം. ഹിന്ദുവിന്റെ സനാതനധർമ്മത്തിലെ 10 കാര്യങ്ങൾ ആ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും അമ്പലങ്ങൾ നടക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ബോർഡിന്റെ ഒന്നുമില്ല. സാമ്പത്തികം വരും. ഞാൻ തുറന്നു പറയും, എന്നെ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ വിളിച്ചാലും ശരി, വിളിച്ചില്ലേലും എനിക്കൊണ്ട് പേടിയില്ല. നമ്മുടെ പണം ഇതിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കേണ്ടുന്നത്. പക്ഷെ അതിനല്ല പോട്ടെ. ഏതായാലും ഇങ്ങനെയാണ്. ഒരു തവണ കേട്ട് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുകയാണ്? അടുത്തത് കേൾക്കാനുള്ള അതാണ് പിബത ഭാഗവതം രസമാലയം. കുടിച്ചിട്ടും മതിയാവുന്നില്ല. അവസാനം ഇതിൽ തന്നെ തന്മയീഭവിക്കണമെന്നാ പറയാ. രസം ആലയം, ലയിക്കുന്നത് വരെ. അപ്പോ ഇവിടെ അത് തന്നെയാ പറഞ്ഞത്. നൈവതൃപ്തിം പ്രജാമോദ്യ സുതപാനെ അമരായഥ. ദേവന്മാർക്ക് അമൃത് കുടിച്ചാൽ എത്രത്തോളം മതിയാകുന്നില്ലയോ, അതേപോലെ ഈ കഥകളെ അങ്ങയിൽ നിന്നും കേട്ടിട്ട് ഞങ്ങൾക്ക് മതി വരുന്നതേയില്ല. അതുകൊണ്ട് പിവൻ ഭാഗവതം സദ്യോ നരോ മുച്യേത സങ്കടാത്. ഇപ്പൊ പറയാണ്, മനുഷ്യര് എപ്പോഴാണോ ഭാഗവതത്തെ കുടിക്കുന്നത് ആ നിമിഷം മുതൽ സകല ദുഃഖങ്ങളിൽ നിന്നും വിമുച്യേത, അവന് മോചനം ഉണ്ടാകും. എന്താണ്? സുധാപാന നിമിത്തം യത് കൃത യജ്ഞ സഹസ്രശക. ഈ യാഗാദി കർമ്മങ്ങളൊക്കെ നടത്തും. എന്തിനു വേണ്ടിയിട്ടാ? അന്ന് യാഗം നടത്തിയെങ്കിൽ ഏത് കഴിക്കാൻ പറ്റൂ? സുധ, സോമരസം കുടിക്കാൻ പറ്റുന്നത് എപ്പോഴാ? ഒരു യാഗം നടത്തി യാഗത്തിന്റെ അവസാനം. അതാണ് ഇവിടെ പറയുന്നത്. സുധാപാന നിമിത്തം യത് കൃത യജ്ഞാക സഹസ്ര. 1000കണക്കിന് യാഗങ്ങളെല്ലാം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? ഭഗവാന്റെ പ്രത്യക്ഷണത്തിനൊന്നും അല്ലെന്നാ പറഞ്ഞത്. പിന്നെയോ സുധാപാന നിമിത്തം, കേവലം ഈ സോമരസം കുടിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം. അതുകൊണ്ടോ എന്താണ് ശാന്തി മതികച്ചാമ. ഞങ്ങളും അത് തന്നെയാണ് ഇവിടെ ചെയ്തെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരത്തിൽ കണക്കിനുള്ള 1000കണക്കിനുള്ള യാഗം നടത്തിയിട്ടും ഞങ്ങൾക്ക് അതിന് സാധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം ചുരുക്കത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്, സ്വീകരിച്ചിരുത്തിയ സൂതനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ അങ്ങ് വന്നപ്പോൾ സാക്ഷാത് ഭഗവത് കഥകളെയാണ് പറഞ്ഞു തന്നത്. ഇത്തവണ ഞങ്ങൾക്ക് ഏതിനെ പറ്റി പറയണം? പരാശക്തിയുടെ ആത്മ്യങ്ങളെ പറ്റി പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂതനോട് റിക്വസ്റ്റ് അങ്ങോട്ട് വെച്ചു. ഇത് കേട്ടുകഴിഞ്ഞാൽ പറയാ, ധന്യോഗമതിഭാഗ്യോഗം പാവിതോകം മഹാത്മതി യത്പൃഷ്ടം സുമഗത് പുണ്യം പുരാണം വേദവിശ്രുതം. ധന്യോഗം, ഞാൻ ധന്യനായി. എന്താ ധന്യനാകുക എന്ന് പറഞ്ഞാൽ? എന്താ ധന്യനാകുക? സംതൃപ്തി വരിക. നമുക്കെപ്പോഴാ സംതൃപ്തി വരുന്നത്? ഉച്ചയ്ക്ക് ചോറൊക്കെ അങ്ങോട്ട് പായസമൊക്കെ അങ്ങോട്ട് കൂട്ടി ഉണ്ട് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? സംതൃപ്തി ഉണ്ടാകും. എന്താണ്? അപ്പൊ അത് കഴിയുമ്പോൾ എന്താണ്? വിളമ്പുന്നവനും രണ്ടു കൂട്ടർക്കും ഒരുപോലെ സന്തോഷമായാൽ അതിന് മാത്രമേ ഏത് പറയുള്ളൂ? അപ്പൊ ചോദ്യകർത്താവിനും സംതൃപ്തി, ചോദ്യം ചോദിക്കപ്പെട്ടയാളും. അതാ പറഞ്ഞ ധന്യോഗം. പിന്നെയോ അതിഭാഗ്യോഗം. മറ്റൊന്ന്, ഞാൻ ഭാഗ്യവാനാണ്, കാരണം നിങ്ങൾ ചോദിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ ചോദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കിട്ടിയ ഭാഗ്യം എന്താണ്? ചുമ്മാ ഒരു നമ്മളെ പോലെ എന്തെങ്കിലും പറയുമല്ല. ആരെക്കുറിച്ചാ വർണ്ണിക്കാൻ പോകുന്നത്? ഇനി സാക്ഷാൽ പരാശക്തിയെ കുറിച്ച്. ഇതിൽ പരം ഭാഗ്യം ഈ ജന്മത്ത് എന്തുകൊണ്ടാണ്? പിന്നെ പാവിത അഹം. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ പരിശുദ്ധനായി തീർന്നു. കാരണം ദേവിയുടെ നാമങ്ങളെ എനിക്കിനി
പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പരിശുദ്ധനാക്കപ്പെട്ടു. നിങ്ങളാൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഏത് പൃഷ്ഠം? അതെന്താണ്? സുമഹത് പുണ്യം. പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ കാര്യമാണെന്ത്? ദേവിയെ പറ്റി പറയുക എന്നുള്ളത്. കാരണം ഏതാണത്? പുരാണം, ദേവി ഭാഗവതം പറയുക. അതെന്താണ്? വേദവിശ്രുതം. വേദത്തിൽ പോലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്നതായ ഈ പുരാണത്തെ പറ്റി പറയാൻ പറഞ്ഞത്. അത് തദഹം സംപ്രവക്ഷ്യാമി. അത് ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. സർവശ്രുതി അർത്ഥസമ്മതം, അതാണ് പ്രധാനം. ഈ ഭാഗവത പുരാണം എന്ന് പറയുന്നത് സർവശ്രുതികളും, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങള്, 4 വേദങ്ങളാണുള്ളത്. ഈ 4 വേദങ്ങളിലും എന്തിനെയാണോ പ്രസ്താവിക്കുന്നത് അതിനെയാണ് ഏതിലും പ്രസ്താവിക്കുന്നത് ഈ ദേവി. അതുകൊണ്ടാണ് ഭാഗവതം പറയല് നിഗമകൽപതരോർ ഗളിതംബലം സുഖമുഖാതമൃത ദ്രവസംയുതം. നിഗമങ്ങൾ എന്ന് പറഞ്ഞ വേദങ്ങൾ എന്ന അർത്ഥം. അപ്പൊ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ മുഴുവനാണ് ഭാഗവതത്തിൽ ഒന്നുകൂടെ എന്താക്കി പറഞ്ഞിരിക്കുന്നത്? സംക്ഷിപ്തമായിട്ട് പറഞ്ഞു. അങ്ങനെ 4 വേദങ്ങളിലും, ഇവിടെ ഇപ്പൊ ഏതാ 4 വേദങ്ങളിലെയും വിഷയങ്ങളെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. അതെന്താണ്? രഹസ്യം സർവശാസ്ത്രാണാം. ഇനി വേദങ്ങളുടെ വിഷയങ്ങൾ മാത്രമാണോ? അല്ല, സർവശാസ്ത്രാണാം വിഷയ രഹസ്യം. രഹസ്യം ഗൂഢാർത്ഥം എന്നർത്ഥം. രഹസ്യം എന്ന് പറഞ്ഞാൽ കഥയെന്നല്ല, ആ കഥയ്ക്കകത്തുള്ള ഗൂഢമായ തത്വങ്ങളെയാണ് ഇതിൽ പറയുന്നത്. സർവശാസ്ത്രാണാം ആഗമാനാം അനുത്തമം. ആഗമങ്ങളിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇതിന് തത്തുല്യമായിരിക്കുന്നത് മറ്റൊന്നും ഇല്ല. അതുകൊണ്ട് നത്വാ തത്പാദമങ്കജം സുലളിതം മുക്തിപ്രദം പ്രഭോ. നിങ്ങളുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതായ ഈ ഭാഗവതത്തെ ഞാൻ പറഞ്ഞു തരാം. ബ്രഹ്മാദ്യരവി സേവിതം സ്തുതിവരേ ധേയം മുനീന്ദ്രൈ സദാ. ഇനിയും പറയാൻ ആരംഭിക്കുകയാണ്. ബ്രഹ്മാദി ദേവന്മാരാൽ ത്രിമൂർത്തികളാലും നിരന്തരം സേവിക്കപ്പെടുന്നവളും അവർ സ്തോത്രങ്ങളെ കൊണ്ടും അതേപോലെ മുനീന്ദ്രന്മാരാലും വക്ഷ്യാമി അദ്യ സവിസ്തരം ബഹുരസം ശ്രീമത് പുരാണോത്തമം. ഈ ദേവന്മാരും മുനിമാരുമൊക്കെ പൂജിക്കുന്നതായ ആ ദേവി ഭാഗവതത്തെ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു വരണം. എന്നിട്ടോ യാ വിദ്യേത്യവിധീയതേ ശ്രുതിപദേ ശക്തി സദാധ്യാപര സർവജ്ഞ ഭവബന്ധു ചിത്തി നിപുണ സർവാശയേ സംസ്ഥിത. പറയുകയാണ് ഈ ദേവി ഭാഗത്തിന്റെ കാതൽ പറയുക. എന്താണ്? യാ വിദ്യേതി അഭിധീയതേ. യാതൊരു വിളയാണോ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലുമൊക്കെ വിദ്യാസ്വരൂപിണിയായി പറയുന്നത്. പിന്നെയോ ശ്രുതിപതേ ശക്തി സദാ. അതേപോലെ ശ്രുതിമാർഗങ്ങളിൽ ഏതൊരു വിളയാണോ ശക്തി സ്വരൂപിണിയായി വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ സർവദ ആദ്യാപര. ഈ ജഗത്തിന്റെ സൃഷ്ടിക്ക് മൂലഭൂതവളെ പറ്റി പറഞ്ഞിരിക്കുന്നതും സർവജ്ഞ ഭവബന്ധ ചിത്തി നിപുണ. അതേപോലെ സകല ജ്ഞാനികൾക്കും ഭവബന്ധ ചിത്തി നിപുണ. നമുക്കൊക്കെ ഒരു ബന്ധനത്തിലാ കിടക്കുന്നത്. ഏതാ? ഭവബന്ധം. അതിന് പച്ച മലയാളം പറഞ്ഞാൽ സംസാര ബന്ധം. നമ്മളൊക്കെ ആരാൽ ബന്ധപ്പെട്ട് കിടക്കുക? ബന്ധനപ്പെട്ട്. ഉച്ചയാകുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടുക. എങ്ങോട്ടാ? ഇത് കേട്ടിടത്തൂന്ന് ഓടുക. കാരണം ഒരു കയറെ കെട്ടിയാ നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഉച്ചയാകുമ്പോൾ കയറിന്റെ അറ്റം എന്ത് ചെയ്യും? ഇങ്ങോട്ട് വലിക്കും. വലിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഓടി എവിടെ എത്തും? പണ്ട് റബ്ബറിന് ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. വലിച്ചാൽ നീളുന്നതും വിട്ടാൽ പൂർവസ്ഥിതിയെ പ്രാപിക്കുന്നതുമായ ഒന്നാണ് റബ്ബർ. സ്കൂളിൽ പഠിച്ചവർക്കറിയാം അല്ലേ? എങ്ങനെ? വലിച്ചാൽ നീളുന്നതും, ഒരു തരത്തിൽ വലിച്ചെവിടെ കൊണ്ടുവന്ന് ഇരിച്ചിരിക്കുക, 12 അല്ലെങ്കിൽ 1 മണി വരെ ഇവിടെ ഇരുത്തിയിരിക്കുക. വിട്ടാൽ ഉച്ചയ്ക്ക് ഊണിന് വിട്ടാൽ തിരിച്ചേത് സ്ഥിതിയെ പ്രാപിക്കും? പൂർവസ്ഥിതിയെ, വീട്ടിൽ ചെല്ലുമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ബന്ധനത്തിൽ നമ്മൾ കിടക്കുകയാണ്. അതാണ് ഭവം എന്ന് പറഞ്ഞ സംസാരം. ഓരോ തരത്തിലുള്ള ഒന്ന് കേൾക്കണമെന്ന് വെച്ചിരുന്നാൽ പോലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം എന്താ? എന്തെങ്കിലും ബന്ധനം വരും. ഒന്നുകിൽ മരണമാവാം, അല്ലെങ്കിൽ കല്യാണമാവാം. നമ്മളെ പിടിച്ചത് വലിക്കുകയാണ്.
ആ ബന്ധനങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നവളും. അതാണ് ഭവബന്ധചിത്തി നുണ സർവാശയെ സംസ്ഥിത, എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നവളും. അതുപോലെ ദുർജ്ഞേയ സുദുരാത്മാഭീശ്ച, ഇവളെ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല. ആർക്കാ? ഈ പരാശക്തിയെ. ആർക്ക്? ദുർജ്ഞേയ സുദുരാത്മാഭീശ്ച, ദുരഭിമാനികളായ മോശക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഈ ദേവിയെ പ്രാപ്യമല്ല. അപ്പൊ പിന്നെ ആർക്ക് ഈ ദേവിയെ കിട്ടൂ? നല്ല മനസ്സോടെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ദേവിയെ സംപ്രീതയാവും. അപ്പൊ അതുകൊണ്ട് ഇനി മേല ചെന്ന് എന്നൊക്കെ ചെയ്താലും ദേവി എന്നോട് പ്രസാദിക്കുന്നില്ല എന്ന് പറയരുത്. പറഞ്ഞാൽ കുഴപ്പം എന്താ? ഇവിടെ ദുർജ്ഞേയ എന്താണ്? നമ്മൾ തോന്നിവാസം കാണിക്കുന്നോണ്ടാ നമ്മളെ ആര് പ്രസാദിക്കാത്തത്. അപ്പൊ ഇനിയും തൊട്ട് എന്ത് ചെയ്യണം? എല്ലാം എനിക്ക് ചൂരക്കുളങ്ങര ദേവി തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായി? നമ്മൾ നല്ല ധാർമ്മികമായ നിലയിൽ ജീവിക്കുന്നവരാണെന്ന് ആരറിഞ്ഞോളും? നാട്ടുകാരൊക്കെ അറിയും. കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞാലോ അത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന് അവര് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ പറയാ ദുർജ്ഞേയ സുദുരാത്മാഭിശ്ച മുനിവിർ ധ്യാനാസ്പദം പ്രാപിത. അതുവരെ മുനിമാര് തങ്ങളുടെ നിരന്തരമായ ധ്യാനം കൊണ്ട് അവരെവിടെയാണോ എത്തിച്ചേരുന്നത്, ഏതിലാ? മോക്ഷം. അപ്പൊ മോക്ഷം എന്ന് പറയുന്ന ആരാണ്? ഈ ദേവീപ്രാപ്തിയാണ്. ആ ദേവീപ്രാപ്തിക്കിടമായിരിക്കുന്ന ആ പ്രത്യക്ഷ ഭഗവതി ഇഹസാ ഭഗവതി സിദ്ധിപ്രദ സ്യാസദ, ആ ഭഗവതി ഇവിടെ പ്രത്യക്ഷപ്പെടും. ഈ ദേവി ഭാഗവതം ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഇത് പറയുന്നതിന് മുമ്പ് ആ പരാശക്തിയെ ആരൊന്ന് നമസ്കരിക്കുകയാണ്. അങ്ങനെ വേണമല്ലോ. താൻ ആരെ പറ്റിയാണോ, അതുകൊണ്ടാണ് ഭാഗവതവും പറയലേ എന്താണ്? നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിയും. മനസ്സിലായി? അതേപോലെ ഇവിടെയും ശുഗൻ അല്ലെങ്കിൽ സൂതൻ എന്ത് ചെയ്യുകയാണ്? ആ ദേവിയെ ഒന്ന് ആദ്യം പരാശക്തി എന്ന് നമസ്കരിക്കുകയാണ്. സൃഷ്ട്വാ, എന്നിട്ട് ആ അതിൽ തന്നെ ഈ ദേവി ആരാണെന്നൊന്ന് പറയുന്നുണ്ട്. സൃഷ്ട്വാഖിലം ജഗതിദം സദസത് സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈക താം സർവ വിശ്വജനനീം മനസാ സ്മരാമി. ഈ ദേവി എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? സൃഷ്ട്വാ അഖിലം ജഗത്ത് ഇദം. ഇദം ജഗത്ത് സൃഷ്ട്വാ, ഈ ജഗത്തിനെ മുഴുവനായിട്ടും സൃഷ്ടിച്ചിട്ട് എങ്ങനെ? സത് അസത് സ്വരൂപം, ഇവിടെ കാണുന്ന സത്തായിട്ടും അസത്തായിട്ടും. സത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എന്താണ്? ചലിക്കുന്നവ, സ്ഥാവരമായിട്ടും ജംഗമങ്ങളായിട്ടും. അപ്പോ നിലനിൽക്കുന്നതും അതേപോലെ തന്നെ ചലിക്കുന്നവയുമായിട്ട്, അല്ലെങ്കിൽ സൂക്ഷ്മം സ്ഥൂലം, കാര്യം കാരണം, എങ്ങനെ വേണമെങ്കിലും അതിനെ വയ്ക്കാം. അപ്പോ ഈ ജഗത്തിൽ കാണുന്ന സത്തായിട്ടും അസത്തായിട്ടും എന്തെല്ലാമുണ്ടോ അതിനെയൊക്കെ എങ്ങനെ ചെയ്യുന്നു? സ്വരൂപം, തന്റെ ഓരോ രൂപം കൊണ്ട്, സ്ഥൂല രൂപം കൊണ്ടും സൂക്ഷ്മരൂപം കൊണ്ട് ഇതിനെ സൃഷ്ടിച്ചിട്ട് എങ്ങനെയാ? ശക്തിയാ സ്വയാ ത്രിഗുണയാ, തന്റെ ഉള്ളിലുള്ള 3 ശക്തി ഗുണങ്ങൾ. ഏതൊക്കെയാ നമുക്കുള്ള ഗുണങ്ങൾ? 3 നമുക്ക് 3 ഗുണമുണ്ടെന്നോ? ഏതൊക്കെയാ? ആദ്യം തമോ ഗുണമാണോ? ഇപ്പൊ ഇവിടെ വന്നിരിക്കുക. ആദ്യം ഇവിടെ വന്നിരിക്കുക. എന്ത് കേൾക്കാൻ? ദേവി ഭാഗവതം. ഇപ്പൊ നമ്മളിലുള്ള ഗുണം ഏതാ? സത്വഗുണമാ. 1 മണി കഴിയുമ്പോഴോ ഒറ്റ ഓട്ടമാ. അപ്പൊ രജോ ഗുണം. സാമ്പാറും കൂട്ടിയ ചോറുണ്ടത്. ചെന്ന് കഴിഞ്ഞാലത്തെ അടുത്ത പരിപാടി കിടന്നൊന്ന് ഉറങ്ങും. അപ്പൊ പിടികൂടുന്ന ഗുണം സത്വം ശാന്തത, രജോ ഗുണം കർമ്മ നൈപുണ്യം ചലനം, തമോ ഗുണം ആലസ്യം. ഇതാണ് 3 അവസ്ഥാഭേദങ്ങൾ. ആ ഗുണങ്ങൾ ആർക്കുമുണ്ട്? ഈ പരാശക്തിക്കുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? രജോ ഗുണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പരാശക്തി തന്നിലുള്ള രജോ ഗുണം കൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ചിട്ട്, അപ്പൊ പിന്നെ സത്വഗുണം കൊണ്ട് നിലനിർത്തി, തമോ ഗുണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്താ? സൃഷ്ടി
തീതി ശക്തിയാ സ്വയാ ത്രിഗുണയ പരിപാതി വിശ്വം. പരിപാതി നിലനിർത്തുന്നു. സൃഷ്ടി ഏതുകൊണ്ട്? തന്നിലുള്ള രജോ ഗുണം കൊണ്ട്. പരിപാതി സത്വം കൊണ്ട്. സംഹൃത്യകൽപ്പസമയേ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? എല്ലാത്തിനെയും സംഹരിച്ചിട്ട്. സംഹൃത്യ. പിന്നെയോ കൽപ്പസമയേ, വീണ്ടും കൽപ്പസമയത്ത്. സൃഷ്ടിക്കുന്നത് ഏത് സമയത്ത്? കൽപ്പത്തിലും. കൽപ്പസമയേ. പിന്നെയോ എന്താണ്? രമതേ തഥൈക. അതേപോലെ തന്നെ ആ കൽപ്പസമയത്ത് സൃഷ്ടിയാദി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. പ്രളയത്തിൽ എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ സംഹരിച്ചുകൊണ്ട് നിൽക്കുന്ന താം, അവളെ, സർവ വിശ്വജനനി, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാവായിരിക്കുന്ന ആ ദേവിയെ ഞാനിതാ എൻ്റെ മനസ്സിൽ സ്മരിക്കുന്നു. അപ്പോൾ എന്താ? ഇവിടുത്തെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണം ആര് തന്നെ? ഈ പരാശക്തിയാണ്. ആ പരാശക്തി തന്റെ സത്വഗുണം കൊണ്ട് ഇതിനെ നിലനിർത്തുന്നു, രജോ ഗുണം കൊണ്ട് ഇതിനെ സൃഷ്ടിക്കുന്നു, തമോ ഗുണം കൊണ്ട് സകലതിനെയും ആദ്യം ദേവി എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാ അങ്ങനെയുള്ള ഈ ദേവി. അപ്പൊ നമുക്ക് ചോദ്യം വരാം, അങ്ങനല്ലല്ലോ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. പിന്നെ ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു, വിഷ്ണു നിലനിർത്തുന്നു. അങ്ങനല്ലേ കേട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇത് നിങ്ങൾ വിപരീതമല്ലേ പറഞ്ഞ് അതിനുള്ള ഉത്തരം പറയാ. എന്താണ്? ബ്രഹ്മാസൃജത്യഖിലമേതദിതി പ്രസിദ്ധം പൗരാണികൈശ്ച കഥിതം ഖലു വേദവദ്ഭി വിഷ്ണോസ്തു നാഭികമലേ കില തസ്യ ജന്മ തന്നാഭിപത്മമുകളേ ഖലു തസ്യ ജന്മ. എന്താ പറഞ്ഞത്? ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടോ? പറഞ്ഞേ ബ്രഹ്മാസൃജത്തി അഖിലമേതദിതി പ്രസിദ്ധം. ചോദിക്കുകയാണ്, ഈ ബ്രഹ്മാവാണല്ലോ ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നത് എന്നാണല്ലോ പ്രസിദ്ധമായത്. കാര്യം പൗരാണികൈശ്ച, പണ്ടുള്ളവരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവര് മാത്രമോ? പൗരാണികൈശ്ച കഥിതം ഖലു വേദവദ്ഭി, വേദജ്ഞാനികളായിരിക്കുന്ന ആളുകളും ഈ ബ്രഹ്മദേവനാണ് സൃഷ്ടി നടത്തുന്നത് എന്നാണല്ലോ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതാണല്ലോ ഇവിടെ പ്രസിദ്ധമായിരിക്കുന്ന കാര്യം. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ദേവിയ സൃഷ്ടി നടത്തുന്നതെന്ന് പറയുന്നത്? അതിനകത്തൊരു യുക്തിഭദ്രതയില്ലേ? അപ്പൊ അതിന് പറയാ വിഷ്ണോസ്തു നാഭികമലേ കില തസ്യ ജന്മ. ആട്ടെ, ഈ സൃഷ്ടിക്കുന്ന ബ്രഹ്മദേവൻ ഉണ്ടായത് എവിടുന്ന? വിഷ്ണോസ്തു നാഭികമലേ, സാക്ഷാ വിഷ്ണുവിന്റെ നാഭികമലത്തിലാണ്. ആരുടെ? അപ്പോ പൂർണ്ണമായ സ്വാതന്ത്ര്യം ആർക്കില്ല. ഇങ്ങനെ ഒന്ന് കുലുക്കിയാൽ ആര് താഴെ പോകുന്നർത്ഥം മനസ്സിലായി? തസ്യ ജന്മ വിഷ്ണോസ്തു നാഭികമലേ കില തസ്യ ജന്മ തൈരുക്തമേവ സൃജതേ നഹി സ്വതന്ത്ര. അതുകൊണ്ട് തന്നെ എന്റെ തോന്നി മാസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ബ്രഹ്മദേവന്? പറ്റത്തില്ല. അപ്പൊ ഇവിടെ പിടിച്ച് കുലുക്കുമെന്നർത്ഥം. അപ്പൊ ഈ സൃഷ്ടി കാര്യത്തിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല, ബ്രഹ്മാവിനും സ്വാതന്ത്ര്യമില്ല. അപ്പൊ പിന്നെ വിഷ്ണുവാണോ? അപ്പൊ പറയാണ് വിഷ്ണോസ്തു ശേഷയനെ സ്വപിതീതി കാലേ. പ്രളയകാലത്ത് വിഷ്ണുവാകട്ടെ എവിടെ കിടന്നുറങ്ങുന്നത്? ശേഷനാഗത്തിന്റെ പുറത്താണ്. പിന്നെയോ തന്നാഭിപത്മമുകളെ കലതസ്യ ജന്മ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആ നാഭികമലത്തിലാണ് ആരുടെ ജന്മം ഉണ്ടായത്? ബ്രഹ്മദേവന്റെ ജന്മം ഉണ്ടായത്. ആധാരതാങ്കിലഗതോത്ര സഹസ്രമൗലി സംബോധയതാം സ ഭഗവാൻ ഹി കഥം മുരാരി. അപ്പോൾ ഈ ബ്രഹ്മദേവൻ ആധാരമായിരിക്കുന്നത് ആരാണ്? ഈ വിഷ്ണുവാണ്. ആ ആധാരം ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ സ്വാതന്ത്ര്യം ആർക്കില്ല? ബ്രഹ്മദേവനില്ല. പിന്നെ പറയാണ് ഏകാർണവസ്യ സലിലം രസരൂപമേവ. പ്രളയകാലത്ത് ഏകാർണവം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ, ഒരു സമുദ്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാവരും ജലമായി കിടക്കുമ്പോൾ അത് ആ ജലത്തിന്റെ അവസ്ഥ എന്താ? രസരൂപം. രസരൂപം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ടൈപ്പ്. ജലമെന്ന് പറയുന്നതിന്റെ സ്ഥിതി എന്താണ്?
ഒഴുകലാണ്. പാത്രം വിന നഗിസസ്തികിഞ്ചേ. അപ്പൊ ഒരു ഒഴുകുന്ന ജലം ഒരിടത്ത് ഉറച്ച് നിലനിൽക്കണമെങ്കിൽ, ഒരു പ്രത്യേക സ്ഥലത്ത് നിലനിൽക്കണമെങ്കിൽ അവിടെ എന്തു വേണം? ഒരു പാത്രം വേണം, അല്ലെങ്കിൽ അത് പോകും. ഏക യാ സർവഭൂത വിഷയേ കില ശക്തി രൂപ സർവഭൂത ജനനീം ശരണം ഗതോസ്മി. അപ്പോൾ ഈ ഒഴുകിപ്പോകുന്ന ഈ ജലത്തെ, കാരണം ആ ജലത്തിൽ ആര് കിടക്കുന്നത്? ശേഷനാഗം. ആ ശേഷനാഗത്തിന്റെ മേളിലാണ് ആര് കിടക്കുന്നത്? ഭഗവാൻ കിടക്കുന്നത്. ആ ഭഗവാന്റെ നാഭികമലത്തിലാണ് ആരുണ്ടായത്? ബ്രഹ്മാവ്. അപ്പൊ ഓരോരുത്തരെ ആധാരമാക്കിക്കൊണ്ടായിരിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ശേഷനാഗം ആധാരം ആർക്ക്? വിഷ്ണുവിന്. ആട്ടെ, ഈ ശേഷനാഗം കിടക്കുന്നത് വെള്ളത്തിലാണ്. ഈ വെള്ളം ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ അതൊരു പാത്രരൂപത്തിൽ എന്തോ അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോ അടിസ്ഥാനമായിട്ട് പാത്രരൂപത്തിൽ നിൽക്കുന്ന ആളുള്ളത് കൊണ്ടല്ലേ ഇവർക്കൊക്കെ ഈ പരിപാടിയിൽ ആ ജലത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരാണ്? ഒഴുകിപ്പോകുന്ന ജലത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരാണ്? ഈ ശക്തിയാണ്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ്, ഈ ശക്തി സ്വരൂപമുള്ളത് കൊണ്ടാണ് ബ്രഹ്മദേവനും വിഷ്ണുവിനും മഹാദേവനും ഈ 3 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. ബ്രഹ്മദേവൻ പറയുന്നത് എന്താണ്? എനിക്ക് സൃഷ്ടി ചെയ്യാനുള്ള എന്തുണ്ടെന്നാ? ശക്തിയുണ്ട്. മഹാദേവൻ പറയുന്നത് എനിക്ക് സംഹരിക്കാനുള്ള ശക്തിയുണ്ട്. വിഷ്ണു പറയുന്നത് എനിക്ക് നിലനിർത്താനുള്ള, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ എനിക്ക് ഈ പുസ്തകം എടുത്തുയർത്താനുള്ള വിഷ്ണു ഉണ്ട്? ഇല്ലല്ലോ. ആ ശക്തി ആരാ? ഈ ശക്തിയോടുകൂടി ചേർന്നാല് എല്ലാവർക്കും ഓരോ കർമ്മവും യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത. എനിക്കിപ്പോൾ പറയുവാനുള്ള ശക്തിയുണ്ട്. ഈ ശക്തി ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയയിൽ വരുമ്പോ എല്ലാം ആയി. എന്നെ കൊണ്ട് കർമ്മം ചെയ്യിക്കാനുള്ള ഏത് ശക്തിയും എന്ത് ചെയ്യാനും ആരുണ്ടാവണം? അല്ലെങ്കിൽ പറയോ എനിക്കിപ്പോ വായിക്കാനുള്ള ബ്രഹ്മദേവനില്ല എന്നാരും പറയാറില്ലല്ലോ. എനിക്ക് വായിക്കാനുള്ള ശക്തിയില്ല, എടുക്കാനുള്ള. അപ്പോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെ സാന്നിധ്യം വേണം? ഈ ശക്തി. ആ ശക്തിയുടെ കഴിവ് കൊണ്ടാണ് അപ്പോ ഇവര് 3 പേരും ഈ 3 കർമ്മങ്ങളും. ഈ ദേവി ഇല്ലെങ്കിൽ ഇവരെല്ലാരും അങ്ങനെ തന്നെയാണ്. ഇനി വരും 9-ാം ദിവസം ഒരു യക്ഷത്തെ വെച്ചുകൊണ്ട് അഗ്നിയെയും ഇന്ദ്രനെയും മറ്റും, ദേവേന്ദ്രൻ, അഗ്നി, അതേപോലെ വായുവിനെയും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗം 9-ാം ദിവസം വരും. അപ്പോഴാണ് കൂടുതൽ വ്യക്തമാവുക. ഏതായാലും അങ്ങനെയുള്ള ആ സകലത്തിലും ശക്തി സ്വരൂപങ്ങളായിരിക്കുന്ന ദേവിയെ പറ്റി ഞാൻ പറയുന്നു. എന്നിട്ട് പറയാണ്, പിന്നീട് ഇവിടെ ആ പുരാണത്തിലെ ഗ്രന്ഥസംഖ്യകളൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെന്ത് പറയുകയാണ് ഇവിടെ? 18 സഹസ്രാണി ശ്ലോകാകാത്തുത്ര ശ്രീമദ് ഭാഗവതാഭിതം. അതുകൊണ്ട് ആ ഉത്തമമായിരിക്കുന്ന പുരാണത്തെ ദേവി ഭാഗവതത്തിൽ ആ പരാശക്തിയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ദേവി ഭാഗവതം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. 18 സഹസ്രാണി ശ്ലോകാഹ തത്ര, ഞാനത് പറഞ്ഞു. 18 സഹസ്രം 1000. അപ്പൊ 18 സഹസ്രാണി എന്ന് പറഞ്ഞാൽ 18,000 ശ്ലോകങ്ങള്. പിന്നെയോ അതേപോലെ തന്നെ സ്കന്ധാഹ 12 സ്കന്ധങ്ങള് ഇതിനകത്തുണ്ട്. 300 പൂർണ്ണമധ്യായ 18 300 18 അപ്പൊ 318 അധ്യായങ്ങളോട് കൂടിയിട്ടുള്ളതും എന്താണ്? പിന്നീട് എന്താണ്? ഓരോ ദിവസങ്ങളിലും എത്ര അധ്യായങ്ങൾ വെച്ചാണ് വായിച്ച് പറയേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഈ ചോദ്യം വന്നപ്പോൾ നമുക്കിപ്പോ അറിയാവുന്ന ഇപ്പൊ ചോദിക്കുമ്പോ അറിയാം. എന്താണ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ പുരാണങ്ങളെ പറ്റിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് വിഷയങ്ങളെന്ന്
പറയുന്നത് ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ശൗനകാദികൾ ചോദിച്ചു, ആട്ടെ എത്ര പുരാണങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു. ഇവിടെ ഒരു ശ്ലോകത്തിലാണ് പറഞ്ഞു എത്ര പുരാണങ്ങളുണ്ട്. പുരാണങ്ങൾ എത്ര? 12. ഉപപുരാണം എത്ര? മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളാണുള്ളത്? 10 പർവ്വതങ്ങളല്ല കേട്ടോ, പർവ്വങ്ങൾ. എത്ര? ഗീതയ്ക്ക് എത്ര അധ്യായമുണ്ട്? 18. ശബരിമലയ്ക്ക് എത്ര പടിയുണ്ട്? ഇതെല്ലാം 18. ഏറ്റവും പേടിക്കേണ്ടുന്ന പ്രായം ഏതാ? അയ്യോ, എല്ലാം 18. ഓർത്തോളുക, 18 പുരാണങ്ങൾ. 18ൽ കൂടുതലുണ്ട്. കാരണം ശൈവപുരാണം എടുത്തത് നാരദീയത്തിനെയും വായുവീയത്തിനെയും ഒക്കെ തല്ലി വരാൻ. കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ ജന്മഭൂമി പത്രത്തിന്റെ തിരുനക്കര അമ്പലത്തിലെ സപ്ലിമെന്റിന്റെ അകത്ത് ശൈവപുരാണത്തെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. സാർ വായിച്ചു? അപ്പോ ആ ലേഖനത്തില് എങ്ങനെയാണ് ശിവപുരാണം കടന്നുകൂടിയത്, അതിനു മുമ്പ് ശിവപുരാണത്തെ ഇതിൽ പെടുത്തിയിട്ടില്ലായിരുന്നു, പുരാണങ്ങളുടെ കൂട്ടത്തില് പെടുത്തിയിട്ടില്ല. പിന്നെ 4 ലക്ഷം ആക്കിയിട്ടൊക്കെ ഒരു പരിമിതപ്പെടുത്തൽ വന്നപ്പോഴാണ് ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിയെന്നൊരു വിവരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ തരത്തില് 18 പുരാണങ്ങൾ. ഇവിടെ വേഗം പറഞ്ഞേക്കാം, ഒരു ശ്ലോകം പറഞ്ഞേ. മദ്വയം ഭദ്വയം ചൈവ ഭ്രത്രയം വചതുഷ്ടയം അനാപലിംഗകൂസ്കാനി പുരാണാനി പ്രചക്ഷതേ. മദ്വയം, മകാരത്തിൽ തുടങ്ങുന്നത് 2. ഏതൊക്കെയാ പറയാവോ? മത്സ്യപുരാണം, എണ്ണിക്കോണം, മാർക്കണ്ഡേയം. മദ്വയം ഭദ്വയം, ഭകാരത്തിൽ തുടങ്ങുന്നത് 2. ഏതൊക്കെയാ? ഭാഗവതം, ഭവിഷ്യം. ഇപ്പൊ എത്രയായി ടോട്ടൽ? 4. ഇവിടെ നോക്കണം, 4. മദ്വയം ഭദ്വയം ജൈവ ഭ്രത്രയം, ഭ്രകാരത്തിൽ തുടങ്ങുന്നത് 3. അപ്പൊ എത്രയായി? ഏതൊക്കെയാ? ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം. ഇപ്പൊ എത്രയായി? 7. വചതുഷ്ടയം, വകാരത്തിൽ തുടങ്ങുന്നത് 4. വിഷ്ണുപുരാണം, വാമനപുരാണം, വായുപുരാണം, വരാഹപുരാണം. ഇപ്പൊ എത്രയായി? 7 4 11. പിന്നെ പറയാ അനാപലിംഗ കൂസ്കാനി. അവിടെ പ്രശ്നം. അഗ്നിപുരാണം, നാരദപുരാണം, പത്മപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, കൂർമ്മപുരാണം, സ്കന്ദപുരാണം. ഒറ്റ ശ്ലോകത്തിൽ ഏത് പറഞ്ഞു? 18. അതിനുശേഷം പറഞ്ഞു ഉപപുരാണങ്ങൾ ഏതൊക്കെയാണ്? അതും 18. ഇവിടെ പറയും സനത് കുമാരം പ്രഥമം, നാരസിംഹം സനൽകുമാരം, നാരസിംഹം, നാരദീയം, ശിവം, പിന്നെയോ ദൗർവാസസം, കാപിലം, പിന്നെയോ ഇങ്ങനെയൊക്കെയുള്ള 18 ഉപപുരാണങ്ങൾ. ഇപ്പൊ ഇവിടെയൊക്കെ പുരാണങ്ങൾക്ക് 10 ലക്ഷണവും പറയും, ഉപപുരാണങ്ങൾക്ക് കുറഞ്ഞത് 5 ലക്ഷണം. പക്ഷെ ഇവിടെ നേരെ വിപരീതം പറയുന്നത്. എങ്കിലും നമ്മൾ സകല പുരാണങ്ങളും പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 10 ലക്ഷണങ്ങളും കൂടി തികഞ്ഞൊരൊറ്റ പുരാണമേ ഉള്ളൂ. അത് ഏതാ? ഭാഗവതം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ 5 കൂടുതൽ വരും, 10 താഴെയായിരിക്കും. ഭാഗവതത്തിന്റെ ലക്ഷണം അനുസരിച്ച് 5നും 10നും ഇടയ്ക്ക് ലക്ഷണങ്ങളുള്ളവയെ ഏതായിട്ട് പറയും? ഉപപുരാണം. 10 മാത്രമേ ഏത് പറയൂ? മഹാപുരാണമായിട്ട് പറയുന്നുള്ളൂ. ഇപ്പൊ 2 ഞാൻ അതാ മുമ്പേ പറഞ്ഞില്ലേ, പലയിടത്തും ന്യായ അന്യായ വാദങ്ങൾ ഉണ്ടാവാം. അതാണ് കാര്യം. അപ്പൊ ഓരോ കാര്യത്തിൽ എങ്ങനെ ഉണ്ടാവാം. എന്നിട്ട് ഞാൻ ഇന്നലെ മാഹാത്മ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതൊന്ന് നമുക്ക് ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നാൽ അതിനകത്ത് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് സ്ഥാപിക്കുക. സൂത ഉവാച ദ്വാപരേ പ്രഥമേ വ്യസ്ത സ്വയം വേദ ബ്രൂഗിസൂത മഹാബാധ വ്യാസ പൂർവയുഗോത്ഭവാഗ വക്താരസ്തു പുരാണാനാം ദ്വാപരേ യുഗേ. പറയുകയാണ് അല്ലേ സൂത മഹാഭാഗ്യവാന്, പണ്ടുണ്ടായ വ്യാസന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറയാനാ. പൂർവയുഗ ഉത്ഭവാഹ. അപ്പൊ തന്നെ ഉറപ്പായി
പണ്ടും ആരുണ്ടായിരുന്നു? എപ്പോഴാ? വക്താരസ്തു പുരാണാനാം, വക്താരന്മാരായിട്ട് പറയുന്നവരായിട്ട്. എപ്പോഴാ? ദ്വാപരേ ദ്വാപരേ യുഗേ. ഓരോ ചതുർയുഗത്തിന്റെയും 4 ചതുർയുഗങ്ങളാ. ഓരോ ചതുർയുഗത്തിന്റെയും ദ്വാപരയുഗങ്ങളിൽ ആരുണ്ടാവും? വ്യാസന്മാരുണ്ടാവുന്ന. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 27 വ്യാസന്മാർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരാ റണ്ണിങ്? 28-ാമത്തെയാണ്. നോക്കിക്കോ. ദ്വാപരേ പ്രഥമേ വ്യസ്ത സ്വയം വേദാ സമുദ്ഭവാക. ആദ്യത്തെ വ്യാസൻ ആരായിരുന്നു? ആരാ? സ്വയംഭുവാ, ബ്രഹ്മാവായിരുന്നു ഒന്നാമത്തെ ആര്? വ്യാസൻ. രണ്ടാമത്തേത് പ്രജാപതി ദ്വിതീയേ, പ്രജാപതിയായിരുന്നു രണ്ടാമത്തെ വ്യാസൻ. പിന്നെയോ തൃതീയേച്ച ഉശന വ്യാസ, മൂന്നാമത്തെ വ്യാസൻ ഉശനസായിരുന്നു. ചതുർത്ഥേതു ബൃഹസ്പതി, നാലാമത്തേത് വ്യാസൻ ആരാ? ബൃഹസ്പതി. പഞ്ചമേ സവിത, സൂര്യനായിരുന്നു. ഷഷ്ടേ മൃത്യുഹു, ആറാമത്തേതിൽ യമദേവനായിരുന്നു. മഖവാ സപ്തമേ, മഖവാനായിരുന്നു ഏഴാമത്തേത്. വസിഷ്ഠസ്തു അഷ്ടമേ, വസിഷ്ഠൻ എട്ടാമത്തെ, ഞാൻ പറഞ്ഞതല്ല, എട്ടാമനായിരുന്നു. ഏകാദശേ ത്രിവൃഷ ഭരദ്വാജക 11, 12 ആര്? ഭരദ്വാജൻ. ഏകാദശം ആരാണ്? ത്രിവൃഷൻ. 13-ാമത്തേത് അന്തരീക്ഷൻ. 14-ാമത്തേത് ധർമ്മൻ. പിന്നെയോ 15-ാമത്തേത് ത്രയ്യാരുണി. 16-ാമത്തേത് ധനഞ്ജയൻ. പിന്നെയോ 17-ാമത്തേത് മേധാതിഥി. പിന്നെ വൃത്തിയായിരുന്നു 18-ാമത്തെ. പിന്നെയോ 21-ാമത്തേത് അത്രി. ഇങ്ങനെ വന്ന് പറയുകയാണ്. എന്താണ്? കൃഷ്ണദ്വൈപായനസ്തതക അഷ്ടാവിംശദ്വൈപായന. 28-ാമത്തെ വ്യാസനാണ് ആര്? ഇപ്പോൾ പറയുന്ന ആര്? ഇപ്പൊ മനസ്സിലായല്ലോ. ഒരു വ്യാസൻ അല്ല. വ്യാസന്മാർ പലരും മാറി മാറി വരും. ആ സ്ഥലത്തിരുന്നു കൊണ്ട് പുരാണം ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ ആ ആളിന് പറയുന്ന പേരാണ്, മനസ്സിലായല്ലോ? ഓക്കെ, സ്ഥാനപ്പേരാണ്. ഏത്? ആ കർമ്മം ചെയ്യുന്ന, പുരാണം എഴുതുന്ന ആളിന്റെ പേരാണ്. അതാർക്കും നാളെ നിങ്ങൾ ആരെങ്കിലും ദേവി ഭാഗവതം കേട്ടിട്ട് എന്നാ ഒരു പുതിയ പുരാണം അങ്ങോട്ട് എഴുതാം എന്ന് വെച്ച് നിങ്ങൾ എഴുതിയാലും ആരാകും? ഇവിടെ ഒരു വര വേണം. മനസ്സിലായല്ലോ? അപ്പോ ആർക്കു വേണമെങ്കിലും എഴുതാം. ആ എഴുതുന്നയാളാണ് ആര്? വ്യാസൻ എന്നർത്ഥം. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, അങ്ങനെയുള്ള ഈ ഭാഗവതം ഈ സത്യവതി പുത്രനായിരിക്കുന്ന വ്യാസൻ എഴുതിയിട്ട് തന്റെ പുത്രനായിരിക്കുന്ന ശുകനെ പഠിപ്പിച്ചു. ആ ശുകൻ പിന്നീട് ആർക്ക്? ജനമേജയൻ സർപ്പസത്രം നടത്തുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ജനമേജയ മഹർഷിക്ക്, അല്ല ജനമേജയ ആരാ? ജനമേജയൻ അതറിയാവോ? കഴിഞ്ഞ ഭാഗവതത്തില് ഒരു രാജാവിന്റെ കഥ പഠിച്ചായിരുന്നു. ആരാണ്ട് 7-ാം ദിവസം ഈ പരീക്ഷത്തിന്റെ പുത്രനാണ് ആര്? ജനമേജയൻ. അദ്ദേഹത്തിന്റെ പത്നിയാണ് വപുഷ്ടമക, കാശി രാജാവിന്റെ പുത്രിയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്ത്, അങ്ങയുടെ അച്ഛന് മോക്ഷമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് സർപ്പസത്രം നടത്തുന്നത്. അതിനി വരും. ആ സർപ്പസത്രം നടത്തുന്നിടത്താണ് ഈ കഥ വ്യാസൻ ആർക്ക്? ജനമേജയന് ഉപദേശിച്ചു. അതിനുശേഷം ഈ കഥ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? തന്റെ പുത്രനായിരിക്കുന്ന ശുകന്. ഈ ശുകന് ഉപദേശിക്കുമ്പോൾ ആര് കേൾക്കാനുണ്ട്? ഈ സൂതൻ കേട്ടു. അങ്ങനെ ലൈവ് ടെലികാസ്റ്റ് ആരും കൂടെ കേട്ടതാ, ഈ സൂതൻ. അങ്ങനെയാണ് ഇതിന്റെ സമ്പ്രദായം. ഏതായാലും ഇത്തരത്തില് ആ ശുകനെ പഠിപ്പിച്ചു. അങ്ങനെ ആ ഭാഗവതം അങ്ങനെയാണ് പിന്നീട് പ്രചാരത്തിലായത് എന്ന് ചോദിച്ചപ്പോഴാണ് ശൗനകൻ ചോദിച്ചത്, അയ്യോ സൗമ്യ വ്യാസസ്യ ഭാര്യായാം കസ്യാം ജാതസുതശുക കഥം വാ കീദൃശോയേന പഠിതേയം. അപ്പോഴാണ് ഇവർ ചോദിച്ചത്, ആട്ടെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടാകുന്നു. അങ്ങ് പറയുന്നു ഈ പുത്രനായിരിക്കുന്ന ശുകനെ ആര് പഠിപ്പിച്ചു? വ്യാസം. ആട്ടെ ഈ ശുകൻ
ഉണ്ടാകണമെങ്കിൽ വ്യാസന്റെ ഏത് ഭാര്യയിലാണ് ഈ ശുഗൻ ഉണ്ടായി? ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ ശുഗൻ എന്താണ്? അയോനിജൻ എന്നാണ്. അയോനിജൻ എന്ന വാക്കിനർത്ഥം അമ്മ പ്രസവിക്കാതെ ഉണ്ടായവൻ എന്നാണ്. ഏതിന്റെ അർത്ഥം? അയോനി. അപ്പൊ അങ്ങ് പറയുന്നു ഈ വ്യാസന് ഒരു പുത്രൻ ഉണ്ടായി എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഭാര്യയിലുണ്ടായ പുത്രനാണ് ആര്? ഈ ശുഗൻ എന്നെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങള് ഈ സത്രം ഇവിടെ നടത്തുകയാണ്. എന്താണ്? ഈ നൈമിശാരണ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് നടത്തുന്നത്. ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് കൂടുതൽ എന്താണ് സന്തോഷമുണ്ടാവും. കാരണം ഈ നൈമിശാരണ്യത്തിൽ ഇരുന്നു കൊണ്ട് വേണം ഭാഗവതം കേൾക്കുവാൻ. അതുകൊണ്ട് ഈ നൈമിശാരണ്യത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞു തരണം. വേറെ എവിടെ വെച്ചും പോരാ. കാരണം ഭാഗവത കഥയൊക്കെ കേൾക്കണമെങ്കിൽ എവിടെ ഇരുന്ന് വേണം കേൾക്കാൻ? നൈമിശാരണ്യത്തിലാ. അപ്പൊ നമ്മളും ദേവീ ഭാഗവതം കേൾക്കേണ്ടത് എവിടെ വെച്ചാ? എവിടെ ഇരുന്ന് വേണം? നൈമിശാരണ്യത്തിൽ. ഈ നൈമിശാരണ്യം എവിടാ? ഉത്തർപ്രദേശിലാ. കഥ പറയുന്ന അത് എല്ലായിടും. അപ്പൊ എന്താ ആവണം? അത് നൈമിശാരണ്യം ആയാ മതി. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഭാഗവതം കേട്ടതിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കേൾക്കണം? നൈമിശാരണ്യത്തിൽ. അപ്പോ എന്താ ഈ നൈമിശാരണ്യം എന്ന് പറഞ്ഞ? ഭാഗവതം പറഞ്ഞു കൊടുത്ത നൈമിശാരണ്യത്തില. ഈ ശൗനകാദി മഹർഷിമാര് ഭാഗവതത്തിലും ഇവിടെയും പറയും, യഥാ ഭഗവാൻ മുകുന്ദോ ക്ഷ്മാം തെക്വാ സ്വപദം ഗതക തദ്ദിനാത് കലിരായാത്ത. എന്നാണോ ഭഗവാൻ കൃഷ്ണൻ ഭൂമിയെ ഉപേക്ഷിച്ചിട്ട് തന്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയത്, അന്നു മുതൽ എന്താരംഭിച്ചു എന്നാ? കലിയുഗം ആരംഭിച്ചു. അപ്പൊ കലിയുഗം ഇന്നിപ്പോ എത്രയായി? 3000 5000 5000-ത്തിനടുത്തായി. എപ്പോഴത്തെ അവസ്ഥ ഇതാ. ഇപ്പൊ ഇനി 10,000 വർഷം കൂടെ കഴിയുമ്പം ഈ നാട് എങ്ങനെ ആവും? അപ്പോഴാണ് കലിയുഗത്തിന്റെ ആരംഭം വന്നപ്പോൾ ശൗനകാദി മഹർഷിമാര് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം കലിയുടെ ബാധ ഉണ്ടാവാതിരിക്കാൻ. പക്ഷെ ഇവര് പലയിടത്തും ഇരുന്ന് കർമ്മം ചെയ്തിട്ട് അവിടെ എല്ലാം എന്തുണ്ടായി? കലി ബാധിച്ചിട്ട് എല്ലാം നശിപ്പിക്കുക. സാധനം ഒന്നും ചെയ്യാൻ വയ്യാതായപ്പോൾ ഇവരെല്ലാവരും കൂടെ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി ചോദിച്ചു, ഈ കലിയുഗത്തിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ എവിടെ ഇരുന്ന് വേണം ചെയ്യാൻ? അപ്പോൾ ഇന്നടത്ത് പോയി ചെയ്യാനൊന്നും ആര് പറഞ്ഞില്ല? ബ്രഹ്മദേവൻ പറഞ്ഞില്ല. പകരം ബ്രഹ്മദേവൻ ഇവർക്കൊരു ചക്രം കൊടുത്തു. ഇത് ഉരുട്ടിക്കൊണ്ട് പോകോളാൻ പറഞ്ഞു. ഇത് ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ചക്രം എവിടെ വീണ് തകരുന്നുവോ അവിടെ നിങ്ങൾക്ക് സകലം എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കിട്ടിയ ചക്രം ഉരുട്ടിക്കൊണ്ട് പോവുക. ഇവിടെ പറയുന്നത് എല്ലാ ഖണ്ഡങ്ങളിലും പോയിന്ന, ലോകത്തെ സകല സ്ഥലങ്ങളിലും ഈ ചക്രം ഉരുട്ടി. അങ്ങനെ ഉരുട്ടി 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 അവിടെ എങ്ങും ആകാതെ വന്നപ്പോൾ അവസാനം എങ്ങോട്ടേക്ക് വന്നു? അജനാഭം എന്ന് പറയുന്ന ഈ ഖണ്ഡത്തിലേക്ക് വന്നു, ഭാരതത്തിലേക്ക് വന്നു. അങ്ങനെ ഇവിടെ എല്ലാം നമ്മുടെ ഇവിടെയൊക്കെ ഉരുട്ടിയെന്നാ പറയുന്നത്. ഇവിടെ ഒന്നും ഉരുട്ടിയിട്ടൊന്ന് തെന്നി പോലും ഏത് പോയില്ല, ഈ ചക്രം പോലെ ഉരുണ്ട് കൃത്യമായിട്ട് പോയത്. അങ്ങനെ പോയി 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 അവസാനം ഉത്തർപ്രദേശിൽ ചെന്ന് ഇവര് അവിടെ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഈ ചക്രം വീണ തകർന്നു. അങ്ങനെ തകർന്നു വീണ സ്ഥലത്തിന് പറഞ്ഞ പേരാണ് ഏത്? നൈമിശാരണ്യം. നേമി എന്ന് പറഞ്ഞാൽ ചക്രം എന്നാണ്. വിശീരീണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തകരുക. അപ്പൊ നേമി വിശീരീണം ചെയ്ത സ്ഥലമാണ് ഏത്? നൈമിശാരണ്യം. അങ്ങനെ ഇരുന്ന് അവിടെ വേണം ഏത് കേൾക്കാൻ? ഭഗവൻ. അപ്പൊ നമ്മളെല്ലാവരും എങ്ങോട്ട് പോകണം? ഉത്തർപ്രദേശിൽ പോയി ഇരുന്ന് കേട്ടാൽ എന്ത് കിട്ടും? മോക്ഷം. ഇവിടെ ചോരക്കിളങ്ങരയായിട്ട് വരുന്നില്ല, പിന്നെ ഞാൻ ഈ ഉത്തർപ്രദേശിൽ പോയി കേൾക്കാൻ പോകുന്നു. അപ്പൊ എന്താണ് അർത്ഥം? അപ്പൊ എനിക്കിത് അങ്ങോട്ട് മനസ്സിലായത് എന്താ? പിന്നെ ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ ഇങ്ങനെ ചകഞ്ഞ് കഴിഞ്ഞ് പോയപ്പോഴാണ് ഇവർക്ക് കൊടുത്ത് ഒരു ചക്രത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ചക്രം ടയർ അത് ഉരുണ്ടായിരിക്കണത്. അതിന്റെ ആദ്യവുമില്ല. ഒരു ചക്രം എടുത്തിട്ട് ഇതിന്റെ ആദ്യം എവിടെ അവസാനം എവിടാന്നൊന്ന് പറയാമോ?
തുടക്കം ഒടുക്കം, പിന്നെ തന്നെയല്ല അടങ്ങി ഒരിടത്തിരിക്കില്ല. വെച്ചാൽ അപ്പോൾ ഇവനെന്ത് ചെയ്യും? ഉരുളും. അല്ലേ? വളരെ വേഗത്തിൽ ഉരുളുകയും ചെയ്യും. ഇതുപോലെ വേഗത്തിൽ ഉരുളുന്ന ഒരു സാധനം വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. ആദിയുമില്ല അന്തവുമില്ല. അതേതാ? ഉറക്കെ പറയൂ. വഴിയാ. നമ്മൾ നാളെ ഒന്ന് മതില് കെട്ടിയ അന്തമായി. ആദിയുമില്ല അന്തവുമില്ല. മനസ്സാണ്. ഇന്നത്തെ രാവിലത്തെ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു ഒന്ന് പറയാമോ? ആദ്യത്തെ അത് ഓർത്തില്ല, നാളെ പറഞ്ഞാൽ മതി. ഇന്നത്തെ അവസാനത്തെ ഒന്ന് പറയാമോ? ചിന്തിച്ചത് പറയാമോ? പറയില്ല. അന്നാ ഇത് പണ്ട് എന്താണ് ഒരു പട്ടര്, ഇയാള് ഭയങ്കര എന്താണ് ദാനധർമ്മിയാണ്. പട്ടരല്ല, ഈ കമ്മത്തുമാരാ അവരാണ്. അപ്പൊ ഇദ്ദേഹം എല്ലാ ദിവസവും ദാനിയായുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഗൃഹസ്ഥാശ്രമത്തില് 5 കർമ്മങ്ങളുണ്ട്. പൂത ബലി, ഇങ്ങനെ ഉണ്ടല്ലോ, ഋഷിബലി, പിതൃബലി. അതിലൊന്നാണ് ഭൂതബലി. ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുക, ദാനം കൊടുക്കുക. അതുകൊണ്ട് അവരൊക്കെ ചോറുണ്ണുമ്പം ആദ്യം ഒരു വലിയ ഉരുള ഉരുട്ടും. ഉരുട്ടിയിട്ട് എന്ത് ചെയ്യും? ഉരുള കൊണ്ടുവന്ന് അവസാനം ഊണെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഭിത്തിയെ മതിലെ കൊണ്ടുവന്ന് വെക്കും. നമ്മൾ അതുകൂടെ വേണം എടുത്താക്കുന്നവരാണ്. അവരെങ്ങനെയാണ് എല്ലാ കമ്മത്തുമാരും ചെയ്യും. അതാണ് അവരുടെ ഒരു വ്യവസ്ഥ. അങ്ങനെ ഒരു ദിവസം ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് എന്താണ് ഈ പറയുന്ന ഭക്ഷണം ഉരുട്ടിയൊക്കെ കൂടെ കൊണ്ടുവച്ചു. ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു പട്ടി വന്ന് ഈ ഉരുള എടുക്കാനായിട്ട് ഒരുങ്ങി. ദേഷ്യം വന്ന ഇദ്ദേഹം കാക്കയ്ക്കാണ് വെച്ചത്. ഈ പട്ടിയെ എന്ത് ചെയ്ത് കല്ലെടുത്ത് ഒറ്റ ഏറങ്ങെറിഞ്ഞു. കല്ല് കൊണ്ടത് കഴിക്കാൻ വന്നിരുന്ന കാക്കയ്ക്കിട്ട് അങ്ങോട്ട് കൊണ്ടു. കാക്ക ചത്തുപോയി. അപ്പോൾ ഇദ്ദേഹം ഇതിന് പരിഹാരം വേണമല്ലോ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ളൊരു കമ്മത്തിൻ്റെ അടുക്ക ചെന്ന് ജ്യോത്സ്യനാണ്. അപ്പോൾ ജ്യോത്സ്യർക്ക് മനസ്സിലായി ഇയാളൊരു മണ്ടച്ചാര, അല്ല പിന്നെ ഇങ്ങനെ വരുമോ. അപ്പോൾ ഇതിന് പരിഹാരം കൊടുത്തു. എന്താണ്? ഒറ്റ മാർഗമേ ഉള്ളൂ. അപ്പൊ ഈ ജ്യോത്സ്യന്മാര് ഇപ്പൊ ഒരു കാര്യം സ്ഥാപിക്കണമെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഹോരാശാസ്ത്രം, സൂര്യസിദ്ധാന്തം എന്നൊക്കെ പുസ്തകങ്ങളിലെ ശ്ലോകങ്ങളാണ് അവരൊക്കെ ചൊല്ലിയിട്ട് ഇത് സമർത്ഥിക്കേണ്ടത്. അങ്ങനെ വേണം. അന്നേരമാണ് അടുത്ത ജ്യോത്സ്യൻ, അതാണ് എന്താണ് പ്രശ്നം കേൾക്കാനായിട്ട് പ്രശ്നം വെക്കുന്നവനേക്കാൾ മിടുക്കനായിരിക്കണം കേൾക്കാൻ വരുന്നവനെന്ന്. ഫലിത ജ്യോതിഷമുണ്ട്, സിദ്ധാന്ത ജ്യോതിഷമുണ്ട്. ശരിക്കും വരേണ്ടത് ഫലിത ജ്യോതിഷക്കാരനും സിദ്ധാന്ത ജ്യോതിഷക്കാരനും ആയിരിക്കണം. എന്നാൽ ഈ തർക്കം മൂക്കും അവസാനം ഇതിന്. ഇപ്പം ഫലിതം എന്ന് പറഞ്ഞാൽ ജ്യോതിഷക്കാരൻ അറിയത്തില്ല. എത്ര ജ്യോതിഷം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ജ്യോതിഷന്മാർക്ക് അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അപ്പോ ഇയാൾക്ക് മനസ്സിലായി. അപ്പൊ ഇയാൾക്കൊട്ട് വലിയ സംസ്കൃതം ഒന്നും അറിയത്തില്ല ജ്യോതിഷർക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇയാളെ കളിപ്പിടും. അപ്പോ ഇച്ചിരി കൊങ്ങിണിയും കൂടെ ചേർത്ത ഇയാള്. അപ്പൊ പുള്ളി ഒരു പ്രമാണം ചൊല്ലി. ഇങ്ങനെയുള്ളതിനൊരു പ്രമാണം ഉണ്ടെന്ന്. സ്വർണ്ണേന നിർമ്മിതം ഗാഗം, എന്താണ്, ബബ്ലി ഭട്ടായതെല്ലേരി അന്യഭട്ടായതെല്ലേരി ജ്യേഷ്ഠപുത്രോ വിനശ്യതി. ഇതൊക്കെ ഒരു ശ്ലോകം എഴുതി. എന്താണ്? ഇനിയിപ്പോ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. കാക്കയെ കൊന്നില്ലേ, അതുകൊണ്ട് പരിഹാരമുണ്ട്. എന്ത് ചെയ്യണം? സ്വർണം കൊണ്ടൊരു കാക്കയെ ഉണ്ടാക്കണം പറഞ്ഞ്. അതാണ് സ്വർണ്ണേന നിർമ്മിതം കാകം, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ കാക്കയെ ബബ്ലി ഭട്ടായ ദല്ലേരി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ദാതവ്യം എന്ന ഈ പ്രയോഗം ആർക്കറിയില്ല? ഈ പട്ടർക്കറിയില്ല, അല്ലെങ്കിൽ ഈ കമ്മത്തിനറിയില്ല. അപ്പൊ കമ്മത്ത് അവിടെ എന്ത് ചെയ്തു? നേരെ കൊങ്ങിണി അങ്ങോട്ട് എഴുതി. എന്താണ്? ബബ്ലി ഭട്ടായ, ചതുർത്ഥിയിലുമാക്കി, ബബ്ലി ഭട്ടായ ദല്ലേരി. എന്നിട്ടറിയാ ഇനി ആ ബബ്ലി ഭട്ട എന്ന് പറയുന്നത് ആരാ? ഈ ജ്യോത്സ്യര് തന്നെയാ. അതാണ് രസം. അദ്ദേഹത്തിന്റെ പേരും ബബ്ലി ഭട്ട എന്നാണ്. എന്നിട്ട് പറയാണ് അന്യഭട്ടായ ദല്ലേരി. ഈ ബബ്ലി ഭട്ടിന് കൊടുക്കാതെ വേറെ വല്ല ഭട്ടിനുമാ കൊടുക്കുന്നെങ്കിലോ ജ്യേഷ്ഠപുത്രോ വിനശ്യതി. എന്തുണ്ടാവും? മൂത്ത മകൻ മരിച്ചു പോകുമെന്നാണ്. അപ്പൊ അങ്ങനെ ചില പ്രമാണങ്ങളെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഏതായാലും ഈ തരത്തില് ഇദ്ദേഹം എന്ത് ചെയ്യുക?
എന്ന് പറഞ്ഞാൽ ഈ മനസ്സിന്റെ തുടക്കം ഒടുക്കം നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ അവസാനം എന്താലോചിച്ച് കിടക്കുന്ന അടുത്ത നിമിഷം വേറെ കാര്യം ആലോചന വരും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മനസ്സിലെ ചിന്തകൾക്ക് ആദിയുമില്ല അന്തവുമില്ല എന്നർത്ഥം, തുടക്കവുമില്ല. അതുകൊണ്ട് വർണ്ണിക്കും, കടലിലെ തിരകൾ പോലെയാണ് നമ്മുടെ മനസ്സ്. കടൽ തിരയുടെ അടുത്ത് എന്നിട്ട് ആദ്യത്തെ തിര ഏതാണെന്ന് പറയാമോ? അവസാനത്തെ തിര. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഇതുപോലെ വേഗത്തിൽ പോകുന്ന ഒരു ചക്രം ലോകത്ത് വേറെയുണ്ടോ? ഇപ്പൊ ഇരുന്നിട്ട് എവിടെ പോയിട്ട് വരും? വീട്ടിൽ പോയിട്ട് വരും. ഇവിടെ ഇരുന്നോണ്ട്. മക്കളങ്ങ് UK അവിടെ പോയിട്ട് വരും. ഇതുപോലെ വേഗത്തിൽ പോകുന്ന ഇവർക്ക് കൊടുത്തു വിട്ട ചക്രം ഏതാ? മനസ്സാകുന്ന ചക്രം. ഈ ചക്രം എവിടെ വീണ് തകരുന്നുവോ അതാണ് ഏത്? നൈമി. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഈ ചൂരക്കുളങ്ങരയിലെ യജ്ഞശാലയും എന്താക്കാം? എങ്ങനെ? ഇവിടെ വന്നിരിക്കുമ്പോൾ ബാഹ്യമായ എല്ലാ ചിന്തകളെയും വിട്ട് പൂർണ്ണമായിട്ട് ഈ ദേവീ ഭാഗവത കഥയിൽ മാത്രം മനസ്സ് പൂർണ്ണമായിട്ട് അടങ്ങിയിരുന്നാൽ ഈ യജ്ഞശാല എന്തായി? അതല്ലെങ്കിലോ കലി കടക്കുന്ന സ്ഥലം. അപ്പോഴായിരിക്കും കിണുകിണുകിണോന്ന് അടിക്കുന്നതെങ്കിലോ ആ ആള് മാത്രമല്ല. ഇപ്പൊ ഒരു മൊബൈൽ കോള് വന്നാൽ ആ ആള് മാത്രമായിരിക്കുമോ? ഇരിക്കുന്നവർ മുഴുവൻ അങ്ങോട്ട് വേണ്ട. ഈ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ ഇങ്ങോട്ട് ഒരു പറയിടാൻ വന്നു എന്ന് വെക്കുക. അപ്പൊ ഇതുവരെ നമ്മൾ പറയിടിയിൽ കാണാത്ത മട്ടില ഏതും കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? മനസ്സിങ്ങനെ. അപ്പൊ നൈമിശാരണ്യം എന്ന് പറഞ്ഞാൽ, പറഞ്ഞതിന്റെ അർത്ഥം നൈമിശാരണ്യത്തിൽ ഇരുന്ന് കേൾക്കണമെന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് എവിടെ ഇരുന്ന് കേട്ടാലും ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഏത്? അല്ലാതെ വടക്കേ ഇന്ത്യയിലൊന്നും ഈ പറയുന്ന ഒരു പ്രത്യേകതയില്ല. അവിടെ പോയിട്ടും വീടിനെ കുറിച്ചാണ് ചിന്തിച്ചിരിക്കുന്നെങ്കിൽ നൈമിശാരണ്യത്തിൽ പോയിട്ട് കാര്യം. നമ്മൾ ഇരിക്കുന്നിടം എന്താക്കണം? അപ്പൊ നൈമിശാരണ്യത്തെ പറ്റി പറഞ്ഞു. അങ്ങനെ ആ ഭാഗം പിന്നെ പറയാൻ ആരംഭിക്കുകയാണ്. ഈ പുത്രൻ എങ്ങനെയാണ് ഉണ്ടായത്? ഒരിക്കൽ സരസ്വതി നദിയുടെ തീരത്തുള്ള ശമ്യാപ്രാസം എന്ന് പറയുന്ന വ്യാസന്റെ ആശ്രമം, വ്യാസമഹർഷിയുടെ ആശ്രമത്തിന്റെ പേരാണ് ശമ്യാപ്രാസം. അങ്ങനെ ഒരു ദിവസം ഈ വ്യാസൻ ഇരിക്കും. വ്യാസൻ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല. 90 വയസ്സായി. ആർക്ക്? വ്യാസന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് തൻ്റെ ആശ്രമത്തിന്റെ സമീപത്തുള്ള ഒരു വൃക്ഷത്തിന്റെ മുകളിൽ 2 പക്ഷികൾ, ഇണപ്പക്ഷികൾ വന്നിരിക്കുകയാണ്. അതിൽ ഓരോ പക്ഷിയും, ആൺപക്ഷിയും പെൺപക്ഷിയും, പരസ്പരം കൊക്കുകൾ കൊണ്ട് കൊത്തുന്നുണ്ട്. ഇടയ്ക്ക് തങ്ങളുടെ ചിറക് കൊണ്ട് പരസ്പരം ഇണകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുമുന്നുണ്ട്. അതിനിടയ്ക്ക് അവർ പറന്നൊന്നു പോകും, എന്തിനെങ്കിലും പിടിച്ചോണ്ട് വരും, കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അവരെ കൊക്കുകൊണ്ട് കുത്തുന്നു. ഇങ്ങനെയുള്ള പല ചേഷ്ടകളും കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വ്യാസനാണ് ഈ തിര്യക്കുകളായിട്ടുള്ള പക്ഷികൾക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടോ? ഏത്? ഭാര്യയെന്നും മക്കളെന്നും അവരെ പരിപാലിക്കണം എന്നുള്ള ബന്ധമൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ആട്ടെ, ഇവരൊക്കെ എന്ത് ഉദ്ദേശത്തിന്റെ പേരിലാണ് ഈ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റുന്നത്? നമ്മളൊക്കെ എങ്ങനെയാ തീറ്റിപ്പോറ്റുന്നത്? എന്തിനാ? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് പഠിപ്പിച്ച് എന്തിനാ? എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയാൽ നമ്മുടെ എന്തുണ്ട്? കടമ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കണം? പ്രതീക്ഷിക്കരുത്. എന്തോ? അപ്പോ നമ്മളാണോ അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തിനാ? ശരിക്കും ഇൻവെസ്റ്റ്മെന്റാ അല്ലേ?
എന്നിട്ട് പറയും ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു, അത് മാത്രമേ എനിക്ക് ലക്ഷ്യം. 3-ാം മാസം മണി ഓർഡർ വന്നില്ലെങ്കിൽ അയൽവക്കംകാരോട് പറയുന്നത് എന്തുവാ? വെറുതെ ഇവനെയൊക്കെ പാടിപ്പിച്ചു. അവനിപ്പോ ആര് മതി? ഇപ്പൊ പിന്നെ കടമയാണോ നിർവഹിച്ചത്? അല്ല. മറ്റൊരു നാളിൽ എനിക്ക് വയ്യാതാകുന്ന അവസ്ഥയിൽ അവരിൽ നിന്ന് എനിക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടണം. ഇതന്നെ ബാങ്കിൽ ചെയ്യുന്ന പരിപാടി. എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മാസം മാസം എന്ത് കിട്ടും? പലിശ കിട്ടുന്നു. അപ്പൊ ഇതും നമ്മൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റാ പിള്ളേരുടെ പേരിൽ. എന്തിനാ? മാസം മാസം വയ്യാതിരിക്കുമ്പോ ഇങ്ങോട്ട്. നേരെ മറിച്ച് കിളികളോ, പക്ഷികള്, അവര് പക്ഷികളെ പറപ്പിച്ച് എന്താണ് തീറ്റി കൊടുത്ത് വളർത്തുമ്പോൾ അവരെന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടാണോ ഇവൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ എനിക്ക് തീറ്റി കൊണ്ടുവന്ന് ഇതുപോലെ വെച്ച് തരും, അല്ലെങ്കിൽ ഞാൻ ചത്ത് കഴിയുമ്പോൾ എന്നെ ശ്രാദ്ധകർമ്മം നടത്തും? ഇത് വല്ലതും ചിന്തിച്ചുകൊണ്ടാണ് കിളികൾ ചെയ്തത്? പറക്കമുറ്റാറാവുമ്പോൾ ഓരോ പക്ഷിയും അവയുടെ വഴിക്ക്. ആ കിളികൾ അവനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറുണ്ടോ? അപ്പോ ആരാണ് യഥാർത്ഥത്തിൽ കടമ നിർവഹിക്കുന്നത്? നമ്മളാണോ പക്ഷികളാണോ? പക്ഷികളാ. ആ കോഴിയാണെങ്കിൽ തന്നെ വീട്ടിൽ മുട്ട വിരിയിച്ച് ഇത്ര ദിവസം കഴിയുമ്പോൾ ഇവ സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ തള്ളക്കോഴി എന്ത് ചെയ്യും? കൊത്തിയോടി. നമ്മളോ? അവൻ കല്യാണം കഴിച്ച് പിള്ളേരായാലും 6 കീഴെ അതല്ലേ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ കടമ നിർവഹിക്കുന്നത് ആരാ? അവർ എന്ത് നേട്ടം ഉണ്ടായിട്ടാണ്? അപ്പോഴാണ് ഒരു മനുഷ്യൻ, അപ്പോൾ അവന്റെ ജന്മം, ആ മക്കളൊക്കെ ഉണ്ടായി ശ്രാദ്ധകർമ്മങ്ങളും ഒക്കെ ചെയ്ത് അവന്റെ മക്കളും ഒക്കെ പിന്നീട് പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരാള് എങ്ങനാകുന്നത്? ഒരു പൂർണ്ണനായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഈ ജീവിതം വെറുതെ ആയിപ്പോയല്ലോ. 90 വയസ്സായിട്ടും തനിക്ക് ആരില്ല, മക്കളൊന്നുമില്ല. താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കർമ്മം ചെയ്യാൻ ആരൊക്കെ ഉണ്ടാകൂ? തൻ്റെ ജീവിതം വെറുതെ ആയിപ്പോയല്ലോ എന്ന് വെച്ചുകൊണ്ട് ആകെപ്പാടെ വിഷമിച്ച് ആര് കഴിയുകയാ? ഇരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. ഇനി മരിച്ചു കഴിഞ്ഞാൽ തന്നെ ആര് ബലിയിടും എന്നൊക്കെയാ. അങ്ങനെ ഇരുന്ന് ആകെപ്പാടെ വിഷമിച്ച് ആരെ ഭജിച്ചാൽ ഇതിന് സാധ്യതയുണ്ടാവും എന്നൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നാരദ മഹർഷി വ്യാസാശ്രമത്തിലേക്ക് എത്തുന്നത്. അപ്പോ വ്യാസനെ കണ്ടപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ആർക്ക് തോന്നി? നാരദർക്ക് തോന്നി. ചോദിച്ചു, എന്താണ് നീ ഇത്തരത്തില് ദുഃഖിച്ചിരിക്കുന്ന? വിളിച്ച പാരാശര്യ മഹാഭാഗ ഭവതക്കച്ചിതാത്മന. വിളിച്ച പേര് എടോ കൃഷ്ണദ്വൈപായന എന്നല്ല, എടോ വ്യാസാന്നുമല്ല. വിളിച്ചത് ആരെയാ? പാരാശര്യ. വാക്കിനർത്ഥം പരാശരന്റെ മോനെ. വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന പിള്ളേരെ കയറി നാരായണ പിള്ളയുടെ മോനെ എന്നാണ് ഒരാൾ വിളിക്കുക? ആണോ? വഴിയെ പോകുമ്പോ വീട്ടിലിരിക്കുക നാരായണ പിള്ളയുടെ മോനെ എന്ന് വിളിച്ചാലോ? ഇങ്ങനെ ആരും വിളിക്കാറില്ലല്ലോ. പക്ഷെ ഇവിടെ വിളിച്ചത് എങ്ങനെയാ? പരാശരന്റെ മോനെ, പാരാശര്യ. അപ്പൊ ആ വിളിക്കകത്ത് എന്തോ ഓടക്കുണ്ട്. ഇപ്പോ ദുഃഖിച്ചായിരിക്കണത്. അപ്പൊ എടാ നീ ആരുടെ മോനാ? പരാശരന്റെ പുത്രനല്ലേടാ, നിനക്കിങ്ങനെ ദുഃഖിക്കാമോ? അപ്പൊ ഉള്ളുകൊണ്ട് നാരദരറിഞ്ഞു വ്യാസൻ സന്താന ബുദ്ധിമുട്ടിലാണ് വിഷമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഞാനടാ മോനെ, നീ എങ്ങനെയാടാ ഉണ്ടായത്? എങ്ങനാ? പണ്ട് കടത്തു കടക്കാൻ പോയപ്പോ ഒരാളെ കണ്ടില്ലേ? ആരെയാ? സത്യവതിയെ. നടുക്ക് ചെന്നപ്പോഴാ പറഞ്ഞത്, എനിക്കിപ്പം നിന്നെ പ്രാപിക്കണം. അല്ലേ? നിമിഷങ്ങൾ കൊണ്ട് അവിടെ എന്തുണ്ടാക്കി? മൂടൽമഞ്ഞ് ഫോഗ് ഉണ്ടാക്കി. കാര്യവും സാധിച്ചു, കുട്ടിയും ഉണ്ടായി. അപ്പോൾ തന്നെ വളർന്ന് വലുതാക്കി വിടുകയും ചെയ്തു. അങ്ങനെയുള്ള അച്ഛന് പിറന്നവനല്ലേടാ നീ. നീ നിരൂപിച്ചാൽ നിനക്കൊരു കുട്ടി ഉണ്ടാവാൻ. അപ്പൊ വിത്തുഗുണം 10 ഗുണമല്ലേടാ വരേണ്ടത്. അതുകൊണ്ടാണ് വിളിച്ചത് പാരാശര്യ. അങ്ങനെയുള്ള പരാശരന്റെ പുത്രനായിരിക്കുന്ന നീയാണോടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നീ എന്താ വിഷമിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ടില്ലേ
എനിക്കൊരു സന്താനമില്ല, അതുകൊണ്ട് ആരെ ഭജിച്ചാലാണ്, ആരെ വേണം ഞാൻ ധ്യാനിക്കേണ്ടുന്നത്? ഒരു പുത്രൻ ഉണ്ടാവാൻ ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോഴാണ് നാരദർ ഒരു കഥ പറഞ്ഞു. ഒരിക്കൽ ഞാൻ എൻ്റെ അച്ഛനെ കാണുവാൻ ബ്രഹ്മദേവന്റെ അടുക്ക ചെന്നു. അപ്പോൾ ബ്രഹ്മദേവൻ ആരെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പൊ എൻ്റെ ധാരണ അതുവരെ ഈ സൃഷ്ടികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ബ്രഹ്മദേവനായതുകൊണ്ട് ബ്രഹ്മദേവനായിരിക്കും ഏറ്റവും ശ്രേഷ്ഠനെന്ന, അതിനു മുകളിൽ പിന്നെ ആളില്ല എന്നാ ഞാൻ. അപ്പോഴാണ് കണ്ടത് ബ്രഹ്മദേവൻ ആരെയോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി, ബ്രഹ്മദേവനേക്കാൾ മറ്റാരോ കേമനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ എന്നെയും കൂട്ടിക്കൊണ്ട് നേരെ എവിടെ ചെന്നു? വൈകുണ്ഠത്തിൽ ചെന്നു. വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ വൈകുണ്ഠത്തിലുള്ള ഭഗവാനെ കൊണ്ട് എനിക്ക് ഉപദേശിക്കാന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? സാക്ഷാൽ വിഷ്ണുവും മറ്റാരെയോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ഭഗവാനെ അങ്ങല്ലേ ഇതിനെയെല്ലാം പരിപാലിക്കുന്നത്? ബ്രഹ്മദേവൻ ചോദിച്ചു, ഈ അങ്ങ് ഇപ്പോൾ മറ്റാരെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അങ്ങേക്കാൾ കേമനായിട്ടും മറ്റാരോ ഉണ്ടെന്നല്ലേ? അപ്പോൾ അവിടെ ഇരുത്തി പറഞ്ഞു, ബ്രഹ്മദേവ, അങ്ങയെക്കൊണ്ട് അങ്ങയുടെ ഉള്ളിലുള്ള രജോ ഗുണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സൃഷ്ടികാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്? ഒരാള് ചെയ്യിക്കുകയാണ്. അങ്ങയിലുള്ള ഏത് ശക്തി കൊണ്ട്? ആ രജോ ശക്തി കൊണ്ട്. അങ്ങ് സൃഷ്ടിച്ചവയെ എന്നിലുള്ള സാത്വിക ശക്തി കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു. അതേപോലെ തന്നെ മഹാദേവൻ ആ ഭഗവാനിനുള്ള തമോശക്തി കൊണ്ട് ഇതിനെ സംഭരിക്കും. നമ്മളിൽ എല്ലാവരിലും ഓരോരോ ശക്തി സ്വരൂപങ്ങളായിട്ട് വിലസുന്നത് ആര് തന്നെയാണ്? ആ പരാശക്തി തന്നെയാണ്. ആ പരാശക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ പരാശക്തി എന്തു നിശ്ചയിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മൾ ഓരോരോ വേഷങ്ങൾ കെട്ടുന്നു. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചൊന്നും നടക്കില്ല. അങ്ങേക്കറിയാൻ മേലെ എൻ്റെ ആഗ്രഹം അനുസരിച്ചാണോ ജീവികളിൽ ഏറ്റവും നികൃഷ്ടമായ ജീവിയായിട്ട് എനിക്ക് ജനിക്കേണ്ടി വന്നില്ലേ? ആരാ? വരാഹം. ആരെങ്കിലും ആഗ്രഹിക്കുന്ന ജീവിതമാണോ ഒരു പന്നിയായിട്ട് ജനിക്കുകയെന്ന്? ഞാൻ ആഗ്രഹിച്ചിരുന്ന നടക്കുവോ? അതിനും ആര് തീരുമാനമെടുത്തു? പോട്ടെ, പന്നിയായിട്ട് ജനിച്ചിട്ട് കിടന്നത് ഞാൻ എവിടാ? ഒന്നാന്തരം ചെളിക്കുണ്ടിൽ. പുരാണത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ പറയുക, ഞാൻ അങ്ങനെ ആ ചെളിക്കുണ്ടില് അങ്ങനെ കഴിയുമ്പോഴാണ് ദേവന്മാരെല്ലാം എൻ്റെ അവതാരകാലം കഴിഞ്ഞു തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അവിടെ നിവേദനമായിട്ട് വന്നത്. അപ്പോൾ എങ്ങനെയാ കിടക്കുന്നത്? ചെളിക്കുണ്ടിനകത്ത്, ചെളിക്കകത്ത് ആര്? ഭഗവാൻ പന്നിയായിട്ട് കിടന്ന് തലകുത്തി മറിയുക. കൂട്ടത്തിലൊരു 10-14 പന്നികൾ വേറെയുണ്ട്, ഭാര്യമാര്. അതിൻ്റെ കൂടെ കുറേ അധികം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അങ്ങനെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ദേവന്മാർ വന്ന് തൊഴുതിട്ട് ചോദിച്ചത്, ഭഗവാനെ സുഖാണോ എന്ന്. അപ്പൊ പന്നി പറയുക, പരമാനന്ദം. എന്താ? എവിടാ കിടക്കുന്നത്? മലത്തിനകത്താ, മൂത്രത്തിലുമൊക്കെ കിടക്കുന്നത്. ആര്? ഏറ്റവും നികൃഷ്ടമായ സ്ഥലത്ത് ആര് കിടക്കുന്നത്? അതും എന്തോന്നാ പറഞ്ഞത്? അതും സുഖാന്നാ. ഔദുംബരത്തിൽ ഇങ്ങനെ വരിയുണ്ട്, ഔദുംബരത്തിൽ മശകത്തിനു തോന്നും ഇതിന്മീതേ കഥാവി സുഖമൊന്നുമില്ലെന്നു തൽപരിചു ചേതോ വിമോഹിനി മയക്കായിക മായ തവ ദേഹോഹമെന്ന വഴി. എപ്പോൾ ഇതെല്ലാം സുഖമായിട്ട് നിന്നേ, ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്ത വരുമ്പോൾ ഔദുംബരം രണ്ടർത്ഥമുണ്ട്. ഔദുംബരം ബദാംഗ, ബദാവിന് ഒരർത്ഥം ഔദുംബരം എന്ന് പറയും. അതിനകത്തിരിക്കുന്ന പുഴു. ആ പുഴുവിനോട് ചോദിക്കുക, പുഴുവേ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ ആ പുഴുവും പറയും എന്താ? സുഖം. അതിനേക്കാൾ ഒരു വല്ലാത്തൊരർത്ഥം കിടപ്പുണ്ട് ഔദുംബരത്തിന്. 3 ദിവസം പഴക്കം ചെന്ന മലം റോഡ് സൈഡിൽ കിടക്കുക. 3 ദിവസത്തെ പഴക്കമുണ്ട്. അതിനകത്ത് കിടന്നൊരു പുഴു ഞുളയ്ക്കുക.
ആ പുഴുവിനോട് ചോദിച്ചേ, പുഴുവേ നിനക്ക് സുഖമാണോ പരമാനന്ദം? ഇതുപോലെ നമ്മുടെ അവസ്ഥ എല്ലാം എന്താണ്? സുഖവാ. ഈ ബഷീറിന്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഒരു പുസ്തകത്തിനകത്ത് വായിച്ചതാ. ബഷീർ പറയുന്ന ഒരു ഇതുണ്ട്, എന്താണ് കഥാപാത്രം പറയുക, എല്ലാവർക്കും വരട്ടുശൊറി വരണമെന്നാണ്. എന്ത് ചൊറിയ? വരട്ടുശൊറി. ഈ വരട്ടുശൊറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ചൊറിയുമ്പോൾ നല്ല സുഖ. അപ്പൊ ചൊറിയും തോറും എന്ത് കൂടും? സുഖം കൂടും. പിന്നെയാ മനസ്സിലാകുന്നത് ഇതിന്റെ മേത്തോട്ട് ഇത്തിരി വെള്ളം അങ്ങ് വീഴണം. അപ്പൊ ആ പഴയ സുഖം എല്ലാം അങ്ങ് പോയിട്ട് എന്താവും? നന്തരം നീറ്റല്ലേ. അപ്പൊ അതുകൊണ്ട് ബഷീർ പറയാ, ഈ ലോകത്ത് എല്ലാവർക്കും എന്ത് വരണമെന്നാ? വരട്ടുശൊറി. ചൊറിയുന്നല്ലോ, ചൊറി എന്ന് പറയും. അപ്പൊ ഈ സുഖമാണ്. ഈ സുഖം അനുഭവിക്കാനായിട്ട് ഞാൻ വരാഹമായിട്ട് അവതരിച്ചു. എന്റെ ഇഷ്ടമായിട്ടാ? ഞാൻ ഇഷ്ടപ്പെട്ടതല്ല. അങ്ങനെ എത്രയെത്ര അവതാരങ്ങൾ കൊണ്ടു. അതുമാത്രമാണോ? അങ്ങയുടെ നേരിട്ട് അങ്ങയുടെ മുമ്പിൽ വെച്ചൊരു കാര്യം കണ്ടില്ലേ? നിങ്ങളെല്ലാവരും നോക്കി നിൽക്കുമ്പോഴല്ലേ ഒരിക്കൽ എൻ്റെ തല തെറിച്ചു പോയത്. എന്നിട്ട് കബന്ധമായി കിടന്ന എന്നെ ഒരു കുതിരയുടെ തല കൊണ്ടുവന്ന് വെച്ച് ഹയഗ്രീവനാക്കിയ കഥ അങ്ങേക്കറിയത്തില്ലേ? എനിക്കിഷ്ടമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ തല തെറിക്കുമായിരുന്നോ? അതും പോട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രളയജലത്തിൽ 10,000 വർഷം എനിക്ക് 2 അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ? മധുവെന്നും കൈടവനെന്നും പറയുന്ന 2 അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തേണ്ടി വന്നില്ലേ? അങ്ങനെ എന്തെല്ലാം ദുരിതങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. അതൊക്കെ എൻ്റെ ഇച്ഛയ്ക്കാണോ? അല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലൊന്നും നടക്കുന്നില്ല. ആര് തീരുമാനിക്കും? അകത്തിരിക്കുന്ന പുള്ളിക്കാരിയാ തീരുമാനിക്കുന്ന ഇന്നതൊക്കെ ഇന്ന ദിവസം നടക്കണം. നമ്മുടെ ഇച്ഛ പോലൊന്നും ഒന്നും നടക്കില്ല. അതുകൊണ്ടാ പറഞ്ഞേ, എന്താണ്? മനുഷ്യൻ ഏകത്ര ചിന്ത്യതേ ദൈവം അന്യത്ര ചിന്ത്യതേ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കാര്യം നടക്കാറുണ്ടോ? അവിടുന്ന് ചിന്തിക്കണം. അപ്പൊ ആ ദേവിയുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രമാണ് പറയുകയാണ്, ഭഗവാൻ പറയുകയാണ് നമ്മളിൽ. അതുകൊണ്ട് ആ ദേവി തരുന്ന ആ എന്താണ് സാത്വിക ശക്തി, അതുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സ്ഥിതി നടത്തുന്നു. അങ്ങയിലുള്ള രാജസ ശക്തി കൊണ്ട് അങ്ങെന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. രുദ്രനുള്ള അതുകൊണ്ട് ആ ദേവിയുടെ മാഹാത്മ്യം എന്താ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ശൗനക മഹർഷി ചോദിച്ചത്, അങ്ങിപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ, ഏതാ? ശുഗോൽപത്തി പറയുമ്പോൾ കഥ പോവുക, വേറെ ടേണിംഗ് പോയിന്റാ. അതുകൊണ്ടാണ് ദേവീ ഭാഗവതത്തിലെ കഥകൾ ലിങ്ക് ചെയ്ത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ഈ കഥ പറയുന്ന കൂട്ടത്തിൽ വേറെ ഉപകഥകളിലേക്ക് പോവാ. ആ ഉപകഥകൾ കൊണ്ടുവന്ന് എവിടെ ഘടിപ്പിക്കണം? ആദ്യത്തെ കഥയുമായിട്ട് ഘടിപ്പിച്ചെങ്കിലേ എന്തിനാ കഥ പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന ശൗനകാദികൾ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, സൂത അങ്ങ് പറഞ്ഞല്ലോ ഈ വിഷ്ണുവിന്റെ തല തെറിച്ചു പോയി എന്ന്, എന്നിട്ട് പകരം ഒരു കുതിരയുടെ തല വെച്ച് ഹയഗ്രീവനായി എന്നൊരു കഥ പറഞ്ഞല്ലോ. അയ്യോ, ആ കഥ ഞങ്ങൾ കേട്ടിട്ടില്ല, ആ കഥയൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ദേവീ ഭാഗവതത്തിലേത് കഥ വന്നത്? ഹയഗ്രീവ ചരിതം എന്ന കഥ വന്നത്. ഇതാണ് ആ കഥയാണ് പിന്നീട് പറയുന്നത്. അതാണ് ദേവീ ഭാഗവതത്തിലെ ആദ്യത്തെ കഥ. ഇതാദ്യം ഒന്ന് അറിയുക. അതുമാത്രമല്ല, ദേവീ ഭാഗവതം പഠിക്കുകയല്ല, ഉപാസിക്കുക. ദേവീ ഭാഗവതം ഉപാസിക്കുന്ന ഒരുവൻ ആദ്യം അറിയേണ്ടുന്ന കഥയും ഏതാണ്? ഹയഗ്രീവ ചരിതമാണ്. ഈ ഹയഗ്രീവനെ ഇല്ലാതാക്കിയാലേ ദേവിയെ ഉപാസിക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ കഥ ഉണ്ട്. കാരണം നമ്മളൊക്കെ പഠിക്കാൻ പോവാ. അപ്പോ ഭാഗവതം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഹയഗ്രീവനെ കൊല്ലണം. മനസ്സിലായല്ലോ? അപ്പോഴാണ് ആ കഥ പറയുന്നത്.
ഒരിക്കൽ ദേവന്മാരെല്ലാവരും കൂടി ഭഗവാന്റെ അടുക്കൽ വന്നു. അസുരന്മാര് തങ്ങളെ ആക്രമിച്ചു, സ്വർഗാധിപത്യമെല്ലാം പോയി. അതുകൊണ്ട് അങ്ങ് വന്ന് ഞങ്ങളെ എന്ത് ചെയ്യണം, രക്ഷിക്കണം എന്ന് വന്നു. അങ്ങനെ അതിഭയങ്കരമായ ഒരു ദേവാസുര യുദ്ധം ദീർഘകാലം രാപ്പകല് തുടർച്ചയായിട്ട് നടന്നു. ആ യുദ്ധത്തിൽ അവസാനം ദേവന്മാര് വിജയിച്ചു. ദേവന്മാർക്ക് ഭഗവാൻ ആ സ്വർഗത്തിന്റെ ആധിപത്യമെല്ലാം വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദേവന്മാർക്ക് അനുഗ്രഹമെല്ലാം കൊടുത്തിട്ട് ഭഗവാൻ അങ്ങ് പോയി. അപ്പോഴാണ് ഭഗവാനാണ് കുറേ കാലമായിട്ട് എന്ത് ചെയ്യുക, ഈ യുദ്ധം തന്നെയായിരുന്നു. നേരാൻ വണ്ണം ഒന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഭഗവാൻ ആലോചിച്ചു, എവിടെ പോയി ഒന്ന് സുഖമായിട്ട് ഉറങ്ങാം. പോകുന്നിടത്തെല്ലാം പ്രശ്നമാണ്. കാര്യം എന്താ, ആരെങ്കിലും വന്ന് ഉണർത്തും. അപ്പൊ ആരും ഉണർത്താതെ കണ്ടുപിടിക്കാത്തടത്ത് പോകണം എന്ന് കരുതിയിട്ട് ഒരു ദ്വീപിലാണ് ചെന്നത്. ദ്വീപിൽ ചെന്നിട്ട് സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് വലിയൊരു പാറ കണ്ടത്. ആ പാറയിലോട്ട് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് തൻ്റെ സാരംഗം എന്ന് പറയുന്ന വില്ല് അങ്ങോട്ട് കുലച്ചിട്ട് അവിടെ ഒരു താഴോട്ട് കുത്തി വെച്ചിട്ട് ആ വില്ലിന്റെ മുകളിൽ തല അങ്ങനെ വെച്ചുകൊണ്ട് ആരങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങി. ഈ ഭഗവാൻ ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഉറക്കത്തിന് ഇവിടെ പറഞ്ഞ പേര് യോഗനിദ്രയിൽ പ്രവേശിച്ചു എന്ന ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അർത്ഥം എന്താ? യോഗനിദ്ര എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. നമ്മളാരും യോഗനിദ്രയിൽ പ്രവേശിച്ചു എന്ന് പറയാറില്ല. നമ്മളൊക്കെ ആ പോത്തുപോലെ ഉറങ്ങി എന്ന് പറയാറുണ്ട്. അതേ പറയാറുണ്ട്. അല്ലാതെ ഈ കേട്ടിട്ടുണ്ടോ, തിരുവിതാംകൂർ രാജാക്കന്മാര് ഉറങ്ങിയിട്ടില്ല, അവരൊക്കെ പള്ളി ഉറക്കവാ. അതുപോലെ അവരാരും ചോറും ഇതുവരെ ഉണ്ടിട്ടില്ല. പിന്നെയോ അമൃതത്തെ കഴിക്കും. അതുപോലെ തന്നെ അവരാരും മരിച്ചിട്ടില്ല. ആ നാട് നീങ്ങാറേയുള്ളൂ. അവിടുത്തെ റാണിമാരാരും ഇന്ന് വരെയും പ്രസവിച്ചിട്ടില്ല. തിരുവയർ ഒഴിയാറേയുള്ളൂ. കൊച്ചി രാജാക്കന്മാരോ സാമൂതിരിയൊക്കെ മരിക്കാറുണ്ടോ? അവർ തീപ്പെടാറേ ഉള്ളൂ. അർത്ഥം എന്താ? ഇത് തന്നെയാ ഇവിടെ യോഗനിദ്രയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉറങ്ങി. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. അപ്പോഴാണ് ദേവന്മാർക്കൊരു യാഗം നടത്തണം. യാഗത്തിന്റെ പ്രധാനി ആരാണ്? സാക്ഷാൽ ഭഗവാൻ. ഈ ഭഗവാനെ അന്വേഷിച്ചിട്ടെങ്ങും അങ്ങനെ ചെന്നപ്പോഴാണ് ആരെ കണ്ടത്? ഭഗവാൻ ഉറങ്ങുന്നത് കണ്ടത്. അപ്പോഴാണ് ഭഗവാനെ ഉണർത്തണം. ഇവിടെ നമ്മുടെ ന്യായമാർഗത്തിലൊക്കെ പറയും, ഉറങ്ങുന്നവരെ ഉണർത്താൻ പാടില്ല എന്നാണ്. നല്ലതായിട്ട് ഒരാൾ കിടന്നുറങ്ങുക, വിളിച്ചുയർത്താൻ. അതുകൊണ്ട് പിള്ളേരിപ്പം ഇല്ലാത്തത് ഭാഗ്യം. രാവിലെ കിടന്നുറങ്ങുന്ന പിള്ളേരെ എന്തിനു പാടില്ല എന്ന്? പഠിക്കാൻ വിളിച്ചുണർത്താൻ പാടില്ല. അതാണ് നിയമം. അതാ എന്താണ്? ഒരാളുണ്ടല്ലോ, നീ പറഞ്ഞേക്കണം, മേലാൽ രാവിലെ വിളിച്ചേക്കല്. നവാഹത്തിൽ നിന്ന് കിട്ടിയ അറിവാണ്, വിളിച്ചുണർത്താൻ പാടില്ല. ഇപ്പൊ ഇതിവർക്കറിയാം, ഉണർത്തിയാൽ പാപമാ. അപ്പോഴാണ് ഇവരെല്ലാവരും ആലോചിച്ച് എന്താ മാർഗം? ബ്രഹ്മദേവനോട് പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ ഉണർത്തത്തില്ല, കാരണം അതിന്റെ പാപം എനിക്ക് വരും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബ്രഹ്മദേവൻ ഞാൻ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവിടെ ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് തളിച്ചു മണ്ണിനകത്ത്. ഇത്തിരി കഴിഞ്ഞപ്പോ അവിടെ നിന്നും ഒരു ജീവി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഉണ്ടായ ആദ്യത്തെ സൃഷ്ടിയാണ് ചെതലൻ. ഈ ചെതലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യണം. ഈ വിഷ്ണു ഉണ്ടല്ലോ, വിഷ്ണു വില്ല് വെച്ചാ ഉറങ്ങുന്നത്. അങ്ങേരുടെ ആ വില്ലിന്റെ ചരടുണ്ടല്ലോ, ഞാണ്, അതേ കയറിയിട്ട് ഇതങ്ങ് കരളണം. അപ്പൊ കരണ്ട് വരുമ്പോ വില്ല് ഞാണ് പൊട്ടും. ഞാണ് പൊട്ടിക്കഴിയുമ്പം ഉണരും ഞങ്ങളുടെ കാര്യം. അപ്പൊ ചെതല് പറഞ്ഞു, ആ കൊള്ളാമല്ലോ, ആദ്യമായിട്ട് എന്നെ സൃഷ്ടിച്ചിട്ട് എന്നെ കൊണ്ട് തന്നെ എന്താ പാപം ജയിച്ച പോകുന്ന അങ്ങാണ് അല്ലേ എന്ന് ചോദിച്ചു.
എന്നെ കൊണ്ട് ഈ പണി നടക്കുവാൻ പറ്റുമല്ലെന്ന് ആര് പറഞ്ഞു? ചെതല് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം നടക്കുവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നടത്തുന്നത്? ഇപ്പൊ ഗവൺമെന്റ് ഓഫീസിൽ ചെന്നു, നടക്കുവേല എന്ന് പറയുന്ന ആളിന്റെ അടുക്കൽ 500 രൂപ അങ്ങോട്ട് കൊടുത്താലോ? അപ്പോ കൈക്കൂലി കൊടുത്താൽ നടക്കാത്ത ഒരു കാര്യവും ഇവിടെ ഇല്ല. അപ്പോഴാണ് ബ്രഹ്മദേവൻ പറഞ്ഞ ചെതല്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ കൈക്കൂലി തരാമെന്ന്. ഇപ്പൊ ലോകത്ത് ആദ്യമായിട്ട് കൈക്കൂലി കൊടുത്തതാരാ? ബ്രഹ്മദേവനാണ്. ആദ്യത്തെ കൈക്കൂലി വാങ്ങിയതാരാ? ചെതല. അപ്പൊ ബ്രഹ്മദേവൻ കൈക്കൂലി കൊടുത്തവനാണെങ്കിൽ തന്നെ ബ്രഹ്മദേവന്റെ ബാക്കിയുള്ള സൃഷ്ടികളായ നമ്മൾ എന്ത് കൊടുക്കും? കൈക്കൂലി കൊടുക്കും. നമ്മൾ എന്ത് വാങ്ങുകയും ചെയ്യും. അപ്പൊ ഇത് പാരമ്പര്യമാണ്. അങ്ങനെ എന്താ കൈക്കൂലി തരാമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇനി മുതൽ യാഗങ്ങളും യജ്ഞങ്ങളും കഴിയുമ്പോൾ യാഗത്തിൽ ഉപയോഗിക്കുന്ന ഹവിസ് ആ പാത്രത്തിൽ നിന്നും കോരിയെടുക്കുമ്പോൾ താഴേക്ക് കയ്യിൽ നിന്ന് വീണ് കിടക്കും. ആ വീണ് കിടക്കുന്നത് തിന്നാനുള്ള അവകാശം ഇനി മുതൽ ആർക്കാ? നിനക്കാ. അതുകൊണ്ടാണ് പണ്ട് അമ്പലങ്ങളിലൊക്കെ ഗണപതി ഹോമം നടത്തുന്ന എന്താണ്, ഗണപതി ഹോമം കഴിഞ്ഞാൽ തൂത്തുവാരി കളയില്ലെന്ന് പറയും. ഇത് ആർക്കുള്ളതാ? 2 ദിവസം കഴിയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആരുണ്ടാവും? വെള്ളമെല്ലാം വീണ് കഴിയുമ്പോൾ അവിടെ ചെതലുണ്ടാവും. ആ ചെതലിനുള്ള അംശവാ, അത് അന്ന് കൊടുത്തതാ. കൈക്കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ വീഴാത്ത? ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അതും അന്നത്തെ കാലത്തെ യാഗത്തിൽ ഭാഗഭാഗിത്വം കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യം. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ അങ്ങോട്ട് കരളാൻ തുടങ്ങി. ദേവന്മാരെല്ലാം കൂടി നിൽക്കുക. കരണ്ട് അവസാനം ഞാണുപൊട്ടി വില്ലു നിവർന്നു. അതിഭയങ്കരമായ ഒരു ശബ്ദമാ കേട്ടത്. ആ ശബ്ദവും പ്രകാശമൊക്കെ ഉണ്ടായപ്പം എല്ലാവരും കണ്ണടച്ചു. പിന്നെ കാണുന്ന കാഴ്ച വിഷ്ണുവിന്റെ തല തെറിച്ച് പോവുകയാണ്. തലയില്ലാത്ത ഉടലായിട്ട് ആര് കിടക്കുകയാണ്? കബന്ധം. വിഷ്ണു പിടയ്ക്കുക. ഇത് കണ്ട ദേവന്മാരെല്ലാവരും അലറിക്കൂവി വിളിക്കാൻ തുടങ്ങി. എന്താണ് വിഷ്ണുവിന്റെ തല പോയി, എന്ത് ചെയ്യും? അപ്പോഴാണ് ബ്രഹ്മദേവൻ ഇനി അലറിയിട്ടും കൂവിയിട്ടും ഒന്നും ഒരു കാര്യമില്ല, സ്തുതിക്കാൻ പറഞ്ഞു. ആരെ? സാക്ഷാൽ പരാശക്തിയെ അങ്ങോട്ട് സ്തുതിച്ചു. അതാണ് ദേവീഭാഗത്തിൽ കാണുന്ന ആദ്യത്തെ ദേവസ്തുതികള്. ആ സ്തുതിയൊക്കെ അങ്ങോട്ട് നടത്തി. അങ്ങനെ സ്തുതിയുടെ അവസാനത്തിൽ ആകാശത്ത് ദേവി പ്രത്യക്ഷപ്പെട്ടു ചിരിച്ചു. പേടിക്കണ്ട, എൻ്റെ ഇച്ഛയനുസരിച്ച് തന്നെയാണ് ഈ തല ഞാൻ തെറിപ്പിച്ചത്. കാരണം ഈ തല തെറിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഈ വിഷ്ണുവിന് എന്താണ്, ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ആരുടെ? തൻ്റെ പത്നിയുടെയാ, ലക്ഷ്മി ദേവിയുടെയാ. എന്താണ് അതൊരു കാരണം. അതുകൂടാതെ ഭൂമിയിൽ ഒരു അസുരൻ ഉണ്ടായിട്ടുണ്ട്, ഹയഗ്രീവൻ. ഈ ഹയഗ്രീവൻ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി ഒരു വരം മേടിച്ചിട്ടില്ലേ? എന്താണ് അവൻ മേടിച്ച വരം? എന്നെ മറ്റൊരു ഹയഗ്രീവനെ വധിക്കാവൂ എന്നാണ്. അപ്പോ ആ ഹയഗ്രീവനെ വധിക്കാനായിട്ടുള്ള ഒരു കാരണത്തിനും കൂടിയാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. കാരണം എന്താണ്, ലക്ഷ്മി ദേവി ഒരിക്കൽ എന്താണ് വൈകുണ്ഠത്തിൽ കയറി വന്നപ്പോൾ ആര്? ഈ വിഷ്ണു നോക്കി പരിഹസിച്ച് ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അവസാനം എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ തല കുതിരയുടെ തലയായി പോട്ടെ എന്ന് ആരൊരു ശാപം കൊടുത്തിട്ടുണ്ട്? ഈ ലക്ഷ്മി. അതൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, വിശ്വകർമാവെ പോയി കാട്ടിൽ പോയിട്ട് ഒരു കുതിരയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് ആരുടെ തലയെ വെക്കണം? കബന്ധത്തില് ഭഗവാന്റെ ശിരസിൽ വെക്കുക. ജീവഭാവം ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹയഗ്രീവ തല അല്ലെങ്കിൽ കുതിരയുടെ തല അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആ വിഷ്ണു ആരായി മാറി? ഹയഗ്രീവനായിട്ട് മാറി. ഹയം എന്ന് പറഞ്ഞാൽ കുതിര, ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്. അപ്പൊ കുതിരയുടെ തല കഴുത്തിൽ വെച്ചവൻ എന്നാണ് ഹയഗ്രീവൻ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ ആ ഹയഗ്രീവൻ പിന്നെ അവിടെ നിന്ന് പോയി. ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ എന്താണ് വരം വാങ്ങിയിരിക്കുന്നത്? എന്നെ മറ്റൊരു ഹയഗ്രീവനെ കൊല്ലാവൂ. കാരണം ലോകത്ത് പിന്നെ ഒരു ഹയഗ്രീവൻ ഉണ്ടാകുകയില്ല എന്ന് ആർക്കറിയാം? ഈ ഹയഗ്രീവൻ അറിയാം. അതുകൊണ്ട് അവസാനം ഈ ഹയഗ്രീവമൂർത്തി ആരുമായിട്ട് യുദ്ധത്തിലായി? ഈ അസുരനുമായിട്ട് യുദ്ധം ചെയ്തു. അവസാനം ഹയഗ്രീവനെ കൊന്നു എന്ന് പറയുന്ന ആദ്യത്തെ
കഥയാണ്. ഈ കഥ കേട്ടാൽ വിശ്വസിക്കുമോ? കുതിരയുടെ ഭഗവാന്റെ തലതെറിച്ചു പോവുക, അവിടെ പിന്നെ കൊണ്ടുവന്ന് ഏത് പ്ലാസ്റ്റിക് സർജറി നടത്തി കുതിരയുടെ തല കൊണ്ടുവന്ന് വെക്കുക, മറ്റൊരു ഹയഗ്രീവൻ ഉണ്ടാവുക. ഇത് സംഭവ്യമാണോ? അല്ല. അപ്പൊ വാക്കിന്റെ അർത്ഥത്തിലേക്കാ പോവുക. ഹയഗ്രീവൻ എന്നാണ്. ഹയ എന്ന് പറഞ്ഞാൽ കുതിര. കുതിര കഴുത്തിൽ, കുതിരയുടെ തല കഴുത്തിലിരിക്കുന്നവൻ. ആട്ടെ, ഹയെന്ന് പറഞ്ഞാൽ ആരാ? കുതിരയാന്ന് പറഞ്ഞു. ഇനിയും നമ്മുടെ ആധ്യാത്മിക വിഷയത്തിൽ ഹയങ്ങളാരാ? കഠോപനിഷത്ത് പറയും ഇന്ദ്രിയാണിഹയാന്യാഹു. ഭഗവത്ഗീതയും പറയും നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് ആര്? കുതിരകള് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നത്. ഏതാ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന 5 കുതിരകള്? ജ്ഞാനേന്ദ്രിയങ്ങൾ. ചെവി, അതാണോ? ആദ്യം ചെവി, പിന്നെ വേണ്ടുന്നത് ത്വക്ക്, പിന്നെ കണ്ണ്, അടുത്ത് നാക്ക്, അതിനുശേഷം മൂക്ക്. പഞ്ചഭൂതങ്ങൾ ഏതാണെന്നറിയാവോ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഓ, കറക്റ്റാ പറഞ്ഞത്. ഞാൻ അതിനാ അങ്ങനെ പറഞ്ഞു. പരമാത്മസ്വരൂപാത് ആകാശ സമ്പന്നക ആകാശാത് വായു വായോരഗ്നിഹി അഗ്നേരാപഹ അഭ്യപൃഥ്വി. ഈ ക്രമമാണ്. ഇങ്ങനെ ക്രമത്തിൽ പറയണമെന്നാണ്. അപ്പോ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പറയുന്ന പേരാണ് കുതിര. അല്ലേ? ഈ 5 പേര് എവിടെ ഇരിക്കുന്നത്? എന്റെ കണ്ണ് മിക്കവാറും അയലോക്കംകാരന്റെ വീട്ടിലാ. അത് ശരിയാ. എവിടാ ഇരിക്കുന്നത് ഈ 5 പേരും? കണ്ണെവിടാ? മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. 5 പേരും ഉണ്ട്. 5 പേര് എവിടാ ഇരിക്കുന്നതും? കഴുത്തില. ഇപ്പൊ നമ്മളൊക്കെ ആരാ? ഹയഗ്രീവന്മാരാ. മനസ്സിലായോ? അപ്പൊ ഭാഗവതത്തിലെ ഹയഗ്രീവന്റെ കാര്യം അല്ല പറഞ്ഞത്. നമ്മൾ തന്നെയാണ് ഈ ഹയഗ്രീവന്മാർ. ഈ ഹയഗ്രീവനെ കൊല്ലാൻ ആര് തന്നെ വേണം? ഹയഗ്രീവനെ കൊണ്ട് തന്നെ പറ്റൂ. വേറെ ആരും നിരൂപിച്ചാലും നടക്കില്ല. കണ്ണതിന്റെ വിഷയത്തിലേക്ക് പോകുക. രാവിലെ 9 മണിക്ക് വിഡ്ഢിപ്പെട്ടി അങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ ഒരു സീരിയല്, അത് കഴിഞ്ഞാൽ ചന്ദനമഴ വരും, അത് കഴിയുമ്പോൾ രാത്രി മഴ വരും, പിന്നെന്തൊക്കെയാ? ഇങ്ങനെ കണ്ണതിന്റെ വിഷയത്തിൽ പോവുക. ആ കണ്ണിനോട് മൂക്ക് പറയുക, എടാ കണ്ണേ, നീ ഇത് കാണരുത് കേട്ടോ, അനുസരിക്കുവോ? അപ്പൊ കണ്ണിനെ നിയന്ത്രിക്കണമെങ്കിൽ ആര് തന്നെ തീരുമാനിക്കണം? കണ്ണ് തന്നെ തീരുമാനിക്കണം, മൂക്ക് തന്നെ തീരുമാനിക്കണം. ഇനി ഈ അത്തർ എനിക്ക് വേണ്ട, ഈ ഗന്ധം എനിക്ക് വേണ്ട എന്ന് മൂക്കു തീരുമാനിക്കണം. കാത് തന്നെ തീരുമാനിക്കണം, അയലോക്കംകാരന്റെ കുറ്റം ഞാനിനി ഈ കാത് കൊണ്ട്. അപ്പോൾ ഇന്ദ്രിയ എന്താണ്? ഹയഗ്രീവൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ദ്രിയങ്ങളും വേണം. അതാത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ ദേവീ ഭാഗവതത്തിൽ ആദ്യം ഈ കഥ വെച്ചത്? ഭാഗവതം കേൾക്കാൻ പോകുന്നവർ, ഉപാസിക്കാൻ പോകുന്നവർ ആദ്യം നേടിയെടുക്കേണ്ടത് എന്താ? ഈ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. അവിടെ പുളിശ്ശേരിയുടെ പാത്രം തുറന്നു, അപ്പ എവിടെ പോകും? 1 മണിയായല്ലോ, പോകരുത്, ഇവിടെ ഇരിക്കണം. മൂക്ക് പറയണം, എടാ നീ അവിടെ ഇരിക്കണ, ഇപ്പം മണക്കണ്ട, ഇപ്പൊ ഭഗവാന്റെ കണ്ണ് അവിടെ പാത്രം അനക്കുമ്പോ എത്തി നോക്കല്ലേ. കണ്ണിനെ
അത് കറക്റ്റ് സമയമാകുമ്പോൾ നിർത്തും, അന്നേരം. അങ്ങനെ അതാത് ഇന്ദ്രിയങ്ങളെ, പല വിഷയങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അതാത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിയന്ത്രിച്ചു വേണം ആദ്യം നമ്മൾ ദേവി ഭാഗവതം കേൾക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടാവേണ്ടത് എന്താണ്? ഇന്ദ്രിയ നിഗ്രഹമാണ്, നിയന്ത്രണമാണ്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യത്തെ കഥ ഏത് പറഞ്ഞത്. അല്ലാണ്ട് ചുമ്മാ ഒരു കഥ കൊണ്ടുവച്ചതല്ല. ഭാഗവതം, എന്താണ്, ഗീത, ഇവയിലെല്ലാം ഇന്ദ്രിയാണി ഹയാന്യാകു ബുദ്ധിന്ദു സാരഥിം വിദ്യ എന്നൊക്കെ പറയും. അപ്പൊ ഈ കുതിരകളെ നിയന്ത്രിക്കണം. ഈ നിയന്ത്രണമില്ലാതെ ഒരു പുരാണവും കേട്ടിട്ടും ഒരു കാര്യവും ഇല്ല. അപ്പൊ പറഞ്ഞു, ആ കുറഞ്ഞ പക്ഷം ഇത് കേൾക്കുന്ന സമയത്തെങ്കിലും ഈ 5 ഇന്ദ്രിയങ്ങളെയും അടക്കി വെച്ച് ഒന്ന് നിയന്ത്രിച്ചിരുത്തി നമ്മൾ ഇതൊന്ന് ഇത് പറയേണ്ടിയിട്ടാണ് ഏത് കഥ പറഞ്ഞത്. അല്ലാണ്ട് പണ്ടെങ്ങാണ്ട് ഒരു കുതിരത്തലക്കാരൻ മറ്റൊരു കുതിരത്തലക്കാരനെ കൊന്നു എന്ന് കേട്ടിട്ട് പോയാൽ ഈ 2026 ചൂരക്കുളങ്ങര ഇരുന്ന് സപ്താഹ അല്ലെങ്കിൽ നവാകം കേൾക്കുന്ന നമുക്ക് എന്താ പ്രയോജനം? പിഡിത്തം. ഇത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ കഥ എങ്ങനെ പ്രയോജനപ്പെടും എങ്കിൽ മാത്രമേ പുരാ അപി നവീനം ച ഇത് തത് പുരാണം എന്ന വ്യാഖ്യാനം ശരിയാവൂ. ഈ പുരാണം എഴുതിയ കാലത്ത് ഇതിനെത്രത്തോളം നവീനത്വം ഉണ്ടായിരുന്നുവോ അതേ നവീനത്വം തന്നെ അത് പറയുന്ന ഏത് കാലഘട്ടത്തിലും ഉണ്ടാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് പുരാണം. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന പുരാണം എന്ന വാക്കിനർത്ഥം പഴയത് എന്ന പഴഞ്ചൻ അല്ല. പുരാവി നവീനം ച യത് തത് പുരാണം എന്ന യാസ്കൻ പറഞ്ഞത്. എഴുതിയ കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാധാന്യം എങ്ങനെയാ ഉണ്ടാവുക? പല പല വിഷയങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ മനസ്സിനെ ആധ്യാത്മികമായിട്ട് ഈ കഥ ഒന്ന് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, കാരണം പറയും പുരാണ കഥകളെല്ലാം എന്തെങ്കിലും, കാരണം ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താണ്? തിയറിയാണ്. ഉപനിഷത്തും വേദങ്ങളും തിയറിയാണ്. അല്ലെങ്കിൽ അല്ല, വേദങ്ങൾ തിയറിയാണ്, ഉപനിഷത്ത് എന്താണ്? പ്രാക്ടിക്കലാണ്. പുരാണങ്ങൾ ഡെമോൺസ്ട്രേഷൻ വിത്ത് പ്രാക്ടിക്കലാണ്. ഉപനിഷത്തിലും വേദത്തിലും പറഞ്ഞിരിക്കുന്ന ചില സിദ്ധാന്തങ്ങളെ, എന്താണ് ഇവിടുത്തെ സിദ്ധാന്തം? ആദ്യം വേണ്ടുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇന്ദ്രിയ നിഗ്രഹമാണ് ആദ്യത്തെ അവസ്ഥ. രണ്ടാമത്തേത് പറയും ഈ ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും 10 ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇന്ദ്രിയങ്ങൾ ഏതാ നമുക്ക് നിയന്ത്രിക്കാൻ? കണ്ണും നാക്കും. അല്ലെ, കണ്ണല്ലോ, നാക്കും ഉപസ്ഥവും. അത് പറയും. ഈ 2 ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന കഥയാ അടുത്തത് പറയാൻ പോകുന്നത്. ഏത്? മുമ്പേ പറഞ്ഞ 2 അസുരന്മാരുടെ പേര് പറഞ്ഞില്ലേ? ആരൊക്കെയാ? മധുവും കൈടവനും. നോക്കുക, ആദ്യം 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച കഥ പറയും, പിന്നീട് മധുകൈടവന്മാരെ. അപ്പോൾ ഈ മധുകൈടവന്മാരാരാ? നമ്മുടെ ഇവിടെയുള്ള 2 ഇന്ദ്രിയ. അത് ആ കഥ പറയുമ്പോഴേ, ആ കഥയുമായിട്ട് ദ്യോതിക്കുമ്പോഴേ മധുവും കൈടവനും എങ്ങനെയായി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഉച്ചയ്ക്ക് ശേഷം ആളുണ്ടെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം കുറച്ച് സമയം ആ കഥ, ഒരു കഥ മധുകൈടവ ചരിതം എന്താണെന്ന് ഒന്ന് പറയാം. ഇത് ലിങ്ക് ചെയ്ത് കേട്ടാലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ കഥ ഹയഗ്രീവ ചരിതം എന്താണ്? ആദ്യം പറയുകയാണ്, ഒരു ഉപാസകനോട് പറയുകയാണ് ദേവിയെ. കാരണം എന്താ? 9ാമത്തെ ദിവസം എവിടെയാ നമ്മൾ എത്താൻ പോകുന്നത്? 9 ദിവസം കേട്ട് കഴിയുമ്പോൾ 9ാം ദിവസം മണിദ്വീപ വർണ്ണന എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് ഇത്ര 18 കോട്ട കഴിഞ്ഞ് 19ാമത്തെ കോട്ടയിലാണ് ആരിയിരിക്കുന്നത്? പരാശക്തി. 19ാമത്തെ കോട്ടയാണ് ചിന്താമണി ഗൃഹം. ചൊല്ലിയില്ലേ? ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. ദേവി ഭഗവാന്റെ ലോകം വിഷ്ണു ലോകം, ബ്രഹ്മദേവന്റെ സത്യലോകം, മഹാദേവന്റെ കൈലാസം. അപ്പൊ ചോദിക്കുകയാണ് ദേവിയുടെ ലോകം ഏതാണ്? ചിന്താമണി ഗൃഹം. പക്ഷെ ആ ചിന്താമണി ഗൃഹത്തിൽ എത്തണമെങ്കിൽ 18 കോട്ടകൾ കടക്കണം. ആദ്യത്തേത് കാരിരുമ്പിന്റെ കോട്ടയാണ്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള കോട്ടകളാണ്. ആ കോട്ടകൾ കടന്ന്
അവസാനം നമുക്ക് എവിടെ എത്തണം? ചിന്താമണി ഗൃഹത്തിൽ. ഈ ചിന്താമണി ഗൃഹം ഏതാ? ഇതാണ്. ഈ ചിന്താമണി ഗൃഹത്തിൽ വേണം ആര് പ്രത്യക്ഷപ്പെടാൻ? ആ ചിന്താമണി ഗൃഹത്തിലെ എത്തണമെങ്കിൽ ആദ്യം നിയന്ത്രിക്കേണ്ടത് ഈ 5 പേരെയാ. മനസ്സിലായോ? 9 ദിവസം കൊണ്ട് 18 പേരെ നമുക്ക് എന്താണെന്ന് കാണാൻ പറ്റും. അതിൽ 5 പേരായി. ഈ 5 പേര് കഴിയുമ്പോ അടുത്ത 5 പേരെയും കൂടെ ചേർത്ത് 10 എണ്ണം പറയും. അതാണ് ഏത് കഥയിൽ വരുന്നത്? മധുകൈടവന്മാരുടെ. പിന്നെയാണ് 6 പേരെ കൊന്ന കഥ. ഏതൊക്കെയാ? ശുംഭൻ, നിശുംഭൻ, ചണ്ഡമുണ്ടൻ, രക്തബീജൻ, മഹിഷാസുരൻ. അങ്ങനെ 6. അപ്പൊ 10 6 16. പിന്നെ ഒരു 2 പേരൂടുണ്ട്, 18. ഇത്രയും തീർന്നു കഴിയുമ്പോൾ ഈ ചിന്താമണി ഗൃഹവും തുറക്കപ്പെടും. അങ്ങനാണല്ലോ, മുട്ടുവിൻ. തുറക്കപ്പെടും. മുട്ടാത്തതാണ് കുഴപ്പം. അപ്പൊ ഇനിയും വന്നിരുന്ന അങ്ങനെയുള്ള കഥകൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്കറിയാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി മിക്കവാറും പല ഇന്ദ്രിയങ്ങളും പ്രവർത്തനോന്മുഖം ആവും. 1 മണിയായില്ലേ? അതുകൊണ്ട് നമുക്ക് നിർത്താം. 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നാളെ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ലളിതാ സഹസ്രനാമം കഴിഞ്ഞ വർഷത്തെ അത്ര ആളുകളുടെ സാന്നിധ്യം സഹസ്രനാമ ജപത്തിൽ ഇന്ന് കണ്ടില്ല. നാളെ തൊട്ട് വരുമായിരിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെ അല്ലായിരുന്നു. എല്ലാ ദിവസവും ഒരു 50-60 പേര് എന്തുണ്ടായിരുന്നു സഹസ്രനാമ ജപത്തിൽ. ഇന്ന് ആദ്യമായി കൊണ്ടായിരിക്കാം. അടുത്ത ദിവസം തൊട്ട് വരിക. ഞാൻ പറഞ്ഞു സഹസ്രനാമം ജപിക്കുക. പ്രത്യേകിച്ച് ദേവീക്ഷേത്ര സന്നിധി, പ്രത്യേകിച്ച് അതിനുപരി നവാഹയജ്ഞം 9 ദിവസം നൽകുക. നമ്മളൊന്നും ജപിക്കുക. ഏതായാലും ഇതുകൊണ്ട് ദോഷം വരുവേലെന്ന് എനിക്ക് ഉറപ്പ് പറയാം. അല്പമായിട്ടെങ്കിൽ പോലും അതുകൊണ്ടൊരു പ്രയോജനം. പണ്ട് ഭഗവാൻ പറയില്ല, സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഉള്ളത് ഇച്ചിരി. അപ്പോ ജീവിതയാത്രയിൽ എന്തെങ്കിലും ഒരു നന്മ ഈ നാമം ജപിക്കുന്നത് കൊണ്ട് കിട്ടും, കിട്ടാതിരിക്കില്ല. അപ്പൊ ആ സഹസ്രനാമം ജപിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു സഹസ്രനാമം അതേ സമയത്ത് അർച്ചന നടത്തും. അത് നിങ്ങളെ ഒരു ദിവസമെങ്കിലും അവരവരുടെ പേരിലും കുടുംബാംഗങ്ങളുടെ ഒക്കെ പേരിൽ നടത്തുക. അങ്ങനെയുള്ള കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ പൂജയ്ക്ക് ആവശ്യമായ പൂക്കള് ഉണക്കാണ് അറിയാം. എങ്കിൽ പോലും കുറേശ്ശെ വീടുകളിലുള്ള പൂക്കള് നമ്മുടെ നിർത്തിയിട്ട് അയലോക്കാരൻ്റെ പറിച്ചുകൊണ്ട് വരാനല്ല പറഞ്ഞത്. നമ്മുടേതും പറിക്കുക, അയൽവക്കത്തെയും പറിക്കുക. ഇത്തിരി പൂക്കൾ കൊണ്ടുവരിക. അതേപോലെ പൂജാ സാധനങ്ങൾ ആവശ്യമുള്ളവ, വിളക്ക്, എണ്ണ, അതേപോലെ തന്നെ മറ്റ് പൂജാദ്രവ്യങ്ങൾ, അതൊക്കെ നിങ്ങളുടെ, ഞാൻ ആരെയും നിർബന്ധിക്കില്ല. അവരവരുടെ ശക്തിക്കനുസരിച്ച്, മനസ്സിനനുസരിച്ച്. കഴിഞ്ഞ വർഷമൊക്കെ എല്ലാം കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും. ഇനി ഞാൻ പറയാത്തത് കൊണ്ടാണെങ്കിൽ അങ്ങനെ ആവണ്ട. എല്ലാവരും അല്പാൽപ്പം കൊണ്ടുവന്ന് ഇതിൽ വേണം. പിന്നെ നിറവറ സമർപ്പിക്കുന്നതൊക്കെ പ്രധാന ചടങ്ങുകളാണ്. നാളെ തൊട്ടതെല്ലാം റെഡിയാവും. അപ്പോൾ അവരവരുടെ ആകാവുന്ന രീതിയിൽ എല്ലാവരും ഇതിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. നാമം ചൊല്ലി നമുക്ക്